വീണ്ടും ഈ മനോഹരമായ ചിന്തയിൽ ചെയ്യുന്നതായിരുന്നു എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സാന്നിധ്യം വീണ്ടും ഒരുമിച്ച് അനുഭവിക്കാൻ ഇടയായിട്ട് സ്തുതിക്കുന്നു. നിങ്ങളുടെ പോലെ വെച്ചാൽ രാത്രിയിൽ മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ വിശേഷം ചോദിക്കുന്നു. ഈ നിലയിലൊരു ആത്മീക കൂട്ടായ്മ കർത്താവിനേക്ക് തരികയും ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ലഭ്യമായ നല്ല അവസരത്തിന് നന്ദി പറയുകയും ആ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച അകലെയുള്ള ദൈവസഭയോട് ഹൃദയമായ നന്ദി അറിയുകയും ചെയ്യുന്നു. കർത്താവിനെ സഹായിക്കട്ടെ. വിശദീകരിക്കാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അധ്യാപന ക്ലാസ്സിൽ കയറി വന്നാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ്. എന്താ പേടി പറയുന്നത്? എന്താ ചോദ്യം ചോദിക്കുന്നുള്ളതാണ്. പിന്നെ അതിനേക്കാൾ പേടിയാണ് എന്താ? ഇന്നലെ പഠിപ്പിച്ചത് ചോദ്യം അപ്പോൾ തന്നെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം. അപ്പം അതൊരു വലിയ പേടിയാണ്. നിങ്ങൾ എനിക്ക് മനസ്സിലാകുന്നത് ആ പേടിയാണ്. എനിക്ക് പേടിയാണ്. ഞാനൊരു അസൈൻമെൻറ്റ് തന്നാണ് കേട്ടത്. അസൈൻമെൻറ്റ് നോക്കിയോ? ഗൂഗിളിൽ നോക്കിയോ? ബൈബിളിൽ നോക്കിയോ? എവിടെ നോക്കിയേ? ബൈബിളിൽ നോക്കി. അപ്പോൾ ബൈബിളിൽ നോക്കിയിട്ട് അസൈൻമെൻറ്റ് ചെയ്തു എന്ന് ഞാൻ കരുതുകയാണ്. വേദഭാഗം കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഏതായിരുന്നു? മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം. മനസ്സിൽ നിന്നൊന്ന് പറയാമോ വാക്യം? യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ സ്വന്തം. എല്ലാവർക്കും വടിയില്ല, അടിയില്ല, എപ്പോസിഷനുമില്ല. പക്ഷെ ഉത്തരം തെറ്റാ. അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച്. ഈ ദൈവോധനത്തിൽ ഓരോ വാക്കിനും വലിയ പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു പോർഷൻ കളഞ്ഞ ലീപം, ആ കളഞ്ഞ പോർഷനാണ് അതിൻ്റെ അകത്തെ ഹൈലൈറ്റ്, അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. ഞാൻ അവിടേക്ക് വരാം. അപ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യം ഒന്നുകൂടെ ഒന്ന് മനസ്സിലേക്ക് വരാം. ഒരു കുടുംബജീവിതത്തിൻ്റെയും സഭാജീവിതത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാന ശില എന്ന് പറയുന്നത് കുടുംബജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഭയാകുന്ന കുടുംബത്തിലും എന്തുണ്ടാകണം? സ്നേഹം ഉണ്ടായിരിക്കണം. ഇതിന് കുറവ് വന്നാൽ, ആ സ്നേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടാൽ അത് കുടുംബജീവിതത്തെ എപ്രകാരം ബാധിക്കുമോ അതുപോലെ തന്നെ സഭാജീവിതത്തെ ബാധിക്കും. ഇത് മുൻകൂർ കണ്ട് മനസ്സിലാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഫെസ്യ ലേഖനത്തിലൂടെ പൗലോസിന് എഫെസോസിൽ മാത്രമല്ല ഇടക്കരയിലുള്ളവർക്കും ഉപദേശം തരികയുണ്ടായി. നമ്മളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നൽകിയപ്പോൾ സ്നേഹത്തിൽ ചെയ്യുവാൻ പറഞ്ഞിരുന്ന ഒരു കൂട്ടം കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം ആദ്യം കണ്ടത് സ്നേഹത്തിൽ വേരൂന്നണം. 2 സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം. 3 സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. 4 സ്നേഹത്തിൽ സത്യം മാത്രം സംസാരിക്കണം. നാം ആ വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. സ്നേഹത്തിൽ 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ഇതായിരുന്നു നാം ചിന്തിച്ചത്. ഈ വിഷയം നാം ചിന്തിച്ച് വന്നപ്പോഴാണ് ഞാൻ ഈ ദൈവം നമ്മൾ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി നമുക്ക് വേണ്ടിയത്. നമ്മൾ സംസാരിക്കുന്നതെല്ലാം ദൈവം കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അതിന് ഉപോത്പരകമായി പറഞ്ഞ വാക്യമായിരുന്നു ഏത്? മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അപ്പോൾ ഇനി തെറ്റിദ്ധരിക്കൽ. ഇനി ഞാൻ പറയുന്ന ഒന്ന് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഇടണം. ഞാൻ പറയുന്ന വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ മൊബൈലിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഇല്ലേ? ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പം വെളിയിൽ വരേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എന്നാൽ എൻ്റെ മൊബൈലിൽ ഇരിക്കുന്ന എൻ്റെ കംപ്ലീറ്റ് ഡേറ്റ വെളിയിൽ വരുന്നത് എപ്പോഴാണ് വരുന്നത്? പറഞ്ഞേ. ഞാൻ ഏതെങ്കിലും കാരണത്താൽ പിടിക്കപ്പെടും, ഒരു ക്രൈം ചെയ്യുമ്പോൾ ഉടനെ എൻ്റെ മൊബൈൽ ആദ്യം
എടുക്കും, എൻ്റെ മൊബൈൽ എടുക്കും, ഞാൻ ആരോടാണ് അവസാനം സംസാരിച്ചത്, എൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുക്കും. ഒരു 6 months ബാക്ക് ഏറ്റവും കുറഞ്ഞത് ഞാൻ ഏതൊക്കെ വ്യക്തികളോട് ചാറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ എടുക്കും. ഈ അടുത്ത കാലത്ത് ഒരു വിദ്വാൻ വന്ന് ട്രെയിനിന് തീ കിട്ടിയിട്ട് പോയി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, സ്ഥലം ഞാൻ മറന്നുപോയി. അങ്ങനെ ട്രെയിനിൽ തീ കിട്ടിയിട്ട് പോയി. എന്നിട്ട് ഇവൻ നോർത്ത് ഇന്ത്യക്ക് അങ്ങ് പോയി. പക്ഷേ നമ്മുടെ പോലീസുകാരെ സമർത്ഥമായിട്ട് ഇവരെ ആ ഗ്രാമത്തിൽ പോയി അവനെ പൊക്കിക്കൊണ്ട് വന്ന് ആദ്യം ചെയ്ത കാര്യം, ഇവൻ എത്ര നാളുകൾക്ക് മുമ്പാണ് ഈ പദ്ധതി ഇട്ടതെന്നറിയാൻ അവൻ്റെ മൊബൈൽ ആദ്യം അവർ എടുത്തു. എന്നിട്ട് വാട്സപ്പ് 6 മാസത്തെ ഒരു വായിക്കപ്പെടുത്തിയിട്ട് ഇവൻ ആർക്കൊക്കെ ചാറ്റ് ചെയ്തു, ഇത് പിന്നിലുള്ള ആരാണ് എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോയി. അപ്പോൾ എപ്പോഴാണ് ഇവനെ ഇങ്ങനെ പിടിക്കേണ്ടി വന്നത്? അവനൊരു ക്രൈം ചെയ്തപ്പോഴാണ്. നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ദൈവത്തിനെല്ലാം അറിയാം നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും. നാം സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെയും തന്റെ കൈ നമ്മോട് കൂടെയുണ്ട്. അതെല്ലാം അറിയുന്ന, ഒംനിഷ്യന്റ് ആയിരിക്കുന്ന, ഒംനിപോട്ടന്റ് ആയിരിക്കുന്ന, ഒംനിപ്രസന്റ് ആയിരിക്കുന്ന ഒരു ദൈവത്തിനാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. തൻ്റെ മക്കളെന്ന നിലയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന എല്ലാം അന്വേഷണം നടക്കുകയല്ല. ഇതൊന്നും ദൈവത്തിന്റെ പണിയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? തെറ്റിദ്ധരിക്കപ്പെടരുത്. ദൈവത്തിനെല്ലാം അറിയാം, ദൈവം എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ദൈവം തൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ദൈവം അതൊന്ന് നോട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് നോക്കിയേ, നമ്മളെല്ലാം മക്കളെ വളർത്തുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ആ മകന്റെ പേരിലോ മകളുടെ പേരിലോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് നോട്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം എൻ്റെ മകനോടുള്ള ബന്ധത്തിൽ എൻ്റെ സ്കൂളിൽ നിന്ന് അധ്യാപിക വിളിച്ചു. പിന്നെ പക്ഷേ ഇവിടെ വരുന്നത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അതെ, ഒരല്പം അലമ്പൊക്കെ കാണിക്കുന്നുണ്ട്, പഠിക്കാനൊക്കെ ഇച്ചിരി മടി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു എന്ത് പറ്റി? പഠിക്കാനൊക്കെ ഉള്ള മടി. പപ്പ എനിക്ക് പരീക്ഷയ്ക്ക് എന്തെങ്കിലും മാർക്ക് കുറവുണ്ടോ? ഒന്നുമില്ലല്ലോ, ഞാനല്ല പഠിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ടീച്ചർ പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പിന്നെ അവനോട് ചോദിച്ചു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അവന് ഭയങ്കര കൂട്ടുകാരനാണ്. അതുകൊണ്ട് അവനെന്ത് പറഞ്ഞാലും ഇവനത് ചെയ്യും. അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ അവനൊരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, അങ്ങനെ ഒരു ചുറ്റുപാട് എൻ്റെ വീട്ടിലില്ല, ഞാൻ അവനെ അങ്ങനെയൊന്നും പഠിപ്പിക്കാറില്ല, അതുകൊണ്ട് സാധ്യതയില്ല. പിന്നെ ടീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അപ്പം ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി. എന്താ നോട്ട് ചെയ്യാൻ തുടങ്ങാനുള്ള കാരണം? എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗത്ത് എപ്പോഴെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനത് നോട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളത് പോലെ തൻ്റെ മക്കളായിരിക്കുന്ന നമ്മളിൽ നിന്ന് ദൈവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ദൈവം അത് എന്ത് ചെയ്യുന്നറിയാമോ? അത് നോട്ട് ചെയ്യും. അല്ലെങ്കിൽ അത് നോട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതാണ് വാസ്തവത്തിൽ മലാക്കി പ്രവചനം 3-16 നമ്മൾ വായിക്കുന്നത്. പെട്ടെന്നൊന്ന് വരാം, ഞാൻ അധികം വിശദീകരിക്കാതെ ആ ഭാഗം ഒന്ന് മനസ്സിലാക്കി തന്നിട്ട് മുമ്പോട്ട് പോകാം. ഏറ്റവും ഒടുവിലത്തെ പ്രവചനമായിരിക്കുന്ന മലാക്കി പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നോക്കിയേ. 2:17 നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എങ്ങനെ മുഷിപ്പിച്ച്? പ്രവൃത്തി ഒത്തിരി ഉണ്ടെങ്കിലും സഹിക്കാൻ മേലാത്തൊരു കാര്യമുണ്ട്. ഏതാ? ഇനി നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് ചിന്തിച്ചേ. ഏറ്റവും വലിയ മുറിവെന്ന് പറഞ്ഞ ഏതാ? ഉള്ളതേ പറയുള്ളൂ. വെട്ടുന്ന മുറിവാണോ കുത്തുന്ന മുറിവാണോ? കുത്തുകയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കത്തിക്കുള്ള കുത്തല്ല. പിന്നെയോ ഏറ്റവും വലിയ വേദനാജനകമായ മുറിവെന്ന് പറയുന്നത് വാക്കുകളാലുള്ള മുറികൾ. ആ മുറിവ് ഉണക്കാൻ വലിയ പാടാണ്. പക്ഷെ ഒരാൾ നമ്മളെ അറിയാതെ ഒന്ന് ഉപദ്രവിച്ചു, നമുക്ക് കൈക്കൊരു മുറിവ് പറ്റി, ആ മുറിവ് സ്റ്റിച്ച് ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ അതങ്ങ് മാഞ്ഞു മുറിവോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഏൽക്കുന്ന മുറിവ് വലിയ വേദന നമുക്കുണ്ടാകും. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞത് നാവ് എത്ര വലിയ ഒരു തീ കത്തുന്നത് പോലെ നാവും ഒരു തീ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാവും ഒരു തീ തന്നെ എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ നാവിനെ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ ചെയ്യണം? നിങ്ങൾ സ്നേഹത്തിൽ മാത്രമേ സംസാരിക്കാവൂ. സ്നേഹത്തിൽ എന്ത് മാത്രമേ സംസാരിക്കാവൂ? സത്യം മാത്രമേ സംസാരിക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അവസാന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഇസ്രായേൽ ജനത്തിന്റെ സാഹചര്യമൊക്കെ മാറി. ഇവർ ദൈവത്തിന് വിരോധമായിട്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അതിലേറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് മലാക്കി പ്രവചനം പഠിച്ചാൽ ഈ പ്രവചനത്തിൽ ഭക്തന്മാരുടെ സംസാരമാണ്, മറ്റുള്ളവരുടെ സംസാരമല്ല. ഭക്തന്മാരാണ് ഇവിടെ എല്ലാം എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 2-ാം അധ്യായത്തിന്റെ 17 ഒടുവിലത്തെ ഭാഗം ഞാൻ ഇങ്ങനെ വായിക്കാം. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക്
ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെയെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ഈ ഭക്തന്മാർ വൈകിട്ട് മീറ്റിങ്ങിന് പോയിട്ട് ഭക്തന്മാർ ഒരുമിച്ച് കൈ ഓർത്തിരുന്നിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്? ദൈവത്തിന് ഏറ്റവും ഇഷ്ടമല്ല ദുഷ്ടത പ്രവർത്തിക്കുന്നതാ. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ന്യായം വിധിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ ന്യായവിധി സംഭവിച്ചേനെ? ഇല്ല. അപ്പൊ ആരില്ല? അപ്പൊ ദൈവം ഇല്ല. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ല. അപ്പൊ ഭക്തന്മാർ കൂടി ഇപ്പൊ സംസാരം എന്തുവാ? എന്താ സംസാരിക്കുന്നേ? ഭക്തന്മാരെ പേര് ഭക്തന്മാര് തന്നെയാ, അവർക്കുണ്ട്. പക്ഷെ അവരനുഭവിക്കുന്ന അതികഠിനമേറിയ വ്യഥകളുടെയും സമൂഹത്തിൽ നിന്നുള്ള പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ഭക്തന്മാർക്ക് പോലും ഒരു പ്രശ്നം. കഴിഞ്ഞ ദിവസം ദേവദാസനായിട്ട് സംസാരിച്ചു. നമ്മുടെ ദേവദാസന ഞങ്ങളിങ്ങനെ വിവിധമായ കാര്യങ്ങളെ കുറിച്ച് ആശങ്കകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നവരോട്, മോനെ അത് അങ്ങനെ അല്ല, വളരെ സീനിയർ ആയിരിക്കുന്ന ഒരു ദേവദാസൻ. അപ്പൊ മോനെ അത് അങ്ങനെ അല്ല, ഇപ്പം ഇതൊന്നും ദൈവം ഒന്നും ന്യായം വിധിക്കാൻ പോകുന്നില്ല. അതിന്റെ കാരണം എന്താ? ഇതൊന്നും ന്യായവിധിക്കുന്നുള്ളതല്ല. ഇപ്പൊ ന്യായവിധിക്കത്തില്ല, അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ, ന്യായവിധിക്കല്ല എന്ന് പറഞ്ഞാൽ ഈ ചിന്ത എവിടെ നിന്ന് വരാൻ തുടങ്ങി? ഭക്തന്മാരും പറയാൻ തുടങ്ങി. കൃഷ്ണകുടിച്ചാൻ കണ്ട് പറയുമായിരുന്നു, ഇത് കൃപായോഗം, അതുകൊണ്ട് ഒരുത്തിന് ന്യായവിധിയില്ല, എല്ലാവരും അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമകാലത്തായിരുന്നെങ്കിൽ ഉടനെ ന്യായവിധി വന്നതിനെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഇങ്ങനെ പറയട്ടെ ദൈവമക്കളെ, ഈ ചിന്ത നമ്മെ പിന്നെയും ഭരിച്ചിട്ട് നാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പാപത്തിന്റെ വഴികളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുക. ഭക്തന്മാർ കൂടുമ്പോൾ, ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ അറിഞ്ഞോ അറിയാതെ പറയുക, ന്യായവിധിയുടെ ദൈവം എവിടെ? ഇത് കേട്ടിട്ട് ദൈവം പറയാ, നിങ്ങളുടെ വാക്കുകളാൽ എന്നെ ദുഷിപ്പിക്കും. ഇനി നിങ്ങൾ നോക്കിയ 3-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാമോ? 3:13. എന്നാൽ നിങ്ങൾ 14 ആദ്യം കൂടെ മതി. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അടുത്ത് പറയാ ദൈവം, നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു. നമ്മൾ ഈ കുറ്റം പറയാറുണ്ട്, സുവിശേഷ കേരളത്തിൽ RSSകാർ ഭയങ്കര എതിർപ്പാണ്. അവർ ആർക്കെതിരെ നിൽക്കുക? അവർ ദൈവത്തിന് വിരോധമായിട്ട്. എന്തിനാ പ്രിയപ്പെട്ടവർ അവരെ കുറ്റം പറയുന്നത്? ഏറ്റവും അധികം ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാ പറയുന്നത്? അവര് ലോകപ്രകാരം ജീവിക്കുന്നവർ എന്തെങ്കിലും ചെയ്യട്ടെ, അവർ വെട്ടട്ടെ, കൊല്ലട്ടെ, അറക്കട്ടെ, അവരെന്ത് ചെയ്യട്ടെ, അത് അവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു, അവർ ചെയ്യട്ടെ. അതിനു മീതെ ദൈവം നമുക്ക് സഖിയായിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഭാരപ്പെടണ്ട. പക്ഷെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആരാ? ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നത് തന്റെ മക്കളാണ്. ഒരപ്പന് ഏറ്റവും വലിയ വേദന തന്റെ മക്കൾ തന്റെ പിതാവിനോട് ഏതെങ്കിലും ഒരു അന്യായമായ വാക്ക് ഉച്ചരിക്കുമ്പോൾ ആ വേദന ഒരിക്കലും മാറില്ല കേട്ടോ, ഒരിക്കലും മാറില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്? നമ്മുടെ വാക്കുകൾ ഇത് നിസ്സാരമായിട്ട് കാണണ്ട, വളരെ ഗൗരവമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ കാണണം. നമ്മുടെ നാവെടുത്ത് വെളിയിലേക്കിട്ട് നാം സംസാരിക്കുമ്പോൾ അത് സത്യം മാത്രം സംസാരിക്കുവാൻ ഇടയായിട്ട് തീരണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഒരു മാംസളമായ ഒരു അവയവമാണ് എന്തെന്ന് പറയുന്നത് നാവ്. ഇതെവിടെ വെച്ചേക്കുന്നത്? ഇതെവിടെ വെച്ചത്? 32 പറയുന്നത്. ചിലർക്ക് 32 ഇല്ല, ഞാൻ ഇതുവരെ എണ്ണിയിട്ടില്ല. അതുകൊണ്ട് 32 പല്ലിനിടയിലാണ് എന്ത് വെച്ചിരിക്കുന്നത്? ഈ നാവിനെ വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി വെച്ചേക്കുന്നത്? വെറുതെ വെച്ചതല്ല. ഈ പല്ല് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിന്റെ അകത്ത് വെച്ചേക്കുന്നതിന് കാരണം വളരെ സൂക്ഷിച്ച് വേണം ഈ അവയവത്തെ ഉപയോഗിക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് കത്തിക്കും, ഇത് വലിയ നാശത്തിലേക്ക് പോകും. പറഞ്ഞത് ഒരിക്കലും തിരിച്ചെടുക്കുവാൻ മേലാത്ത വിധത്തിൽ വലിയ ദുരന്തത്തിൽ അത് കാരണമായിട്ട് തരും. അപ്പോൾ ദൈവത്തിന് നേരെ ഈ ഭക്തന്മാർ പറഞ്ഞ വാക്ക് സഹിക്കാൻ മേലാഞ്ഞിട്ട് ദൈവം പറയാണ്, നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഭക്തന്മാർ ഈ ബൈബിൾ അങ്ങ് മടക്കി ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഇനി ആർക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ഈ ചോദ്യം ഇങ്ങനെ ഉന്നയിച്ചു. ഇതിന്റെ താഴേക്ക് വന്നപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ വായിച്ച 3:16 വായിക്കുന്നത്. എന്ത്? ഇനി മനസ്സിലായല്ലോ? എന്ത്? അന്ന് ഈ നിലയിൽ ഭക്തന്മാർ ഒരുമിച്ച് കൂടി ദൈവിക കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് പ്രയോജനം? ദൈവത്തിന്റെ ന്യായവിധി എവിടെ? ദൈവമുണ്ടെങ്കിൽ ദൈവം എവിടെ? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമെന്ന് ഭക്തന്മാർ ഒരുമിച്ച് കൂടി സംസാരിക്കാൻ തുടങ്ങിയ ഏറ്റവും ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പ്രവാചകനായ മലാഖിയിലൂടെ സ്വർഗത്തിലെ ദൈവം ഈ ജനത്തോട് പറയുന്ന വാക്കുകളാണ്, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ
ശ്രദ്ധ വെച്ച് കേട്ടു. അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പറയാം, നമ്മൾ സംസാരിക്കുന്നതെല്ലാം ദൈവം കേൾക്കുന്നില്ല. പക്ഷെ നമ്മൾ അരുതാത്തത് പറയുമ്പോൾ അതുടനെ തന്നെ ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. ഞാനൊരു ദൃഷ്ടാന്തം പറയാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം. ഒന്ന് വരാമോ? സംഖ്യാപുസ്തകം 12-ാം അധ്യായം. അതിൻ്റെ സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം നോക്കിയേ. ഒന്ന് വായിക്കാമോ? 12-1. സംഖ്യാപുസ്തകം 12-1. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. 2-ാം വാക്യം. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. അടുത്ത ഭാഗം പറയിട്ടേക്കാമോ? എന്താ? യഹോവ അത് കേട്ടു. ചോദ്യം, സംസാരിച്ചതാരാ? മിര്യാമും അഹരോനും. മോശയുടെ ആരാ ഇവര്? മൂത്ത സഹോദരങ്ങളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും സംസാരിക്കാനായിട്ട് അധികാരം ഉണ്ട്. ഒരു കുഴപ്പമില്ല, സംസാരിക്കാൻ അധികാരമുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും കൊച്ചനുജനാണ്, അവനെ ശിക്ഷിക്കാം, അവന്റെ കാര്യത്തിലുള്ള ബന്ധത്തിലൊക്കെ സംസാരിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇവർ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 2-ാം വാക്യത്തിൽ പറയുകയാണ്, അതിന് യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തില്ല. പിന്നെ ഞങ്ങളുടെ ചേട്ടന്മാരായിട്ട് വേണ്ടിയിട്ട് ഞാൻ മൂത്ത സഹോദരിയാണ്, എനിക്ക് ഈ കുടുംബത്തില് ഇല്ല, ഈ മോശ മുഖാന്തരം മാത്രമേ ഇതെല്ലാം ഉള്ളൂ. ഈ സംസാരം അങ്ങോട്ട് പോയി. അപ്പൊ ഈ സംസാരം ആർക്ക് വിരോധമാ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ സംസാരം ആർക്ക് വിരോധമാ? ഇത് ദൈവത്തിന് വിരോധമാ. അതെന്താ? ദൈവം ഇവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്കില്ലയോ? ഞങ്ങൾക്ക് എന്താ ഈ അവകാശമില്ലയോ? ഞാൻ അവന്റെ സഹോദരനല്ലയോ? ഞാൻ അവന്റെ സഹോദരിയല്ലയോ? ഇതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. ഉടനെ രേഖപ്പെടുത്തുക, യഹോവ അത് കേട്ടു. ഇനി അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ. യഹോവ അത് കേട്ടു. ഉടനെ ടെസ്റ്റ് മണി വന്നു. എന്താ ടെസ്റ്റ് മണി? അടുത്ത വാക്ക് പറയാണ്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായി. ഇതാര് പറഞ്ഞത്? ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചേക്കുക. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. നമ്മുടെ ഭാഷയിൽ നമ്മൾ ഇപ്പോഴത്തെ മനസ്സിലാക്കാൻ പറഞ്ഞു. ഞാനാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്തു, ഇനി മുതൽ നിങ്ങൾ അങ്ങ് കാര്യമൊക്കെ നോക്കിയിട്ട് വെച്ചേക്കോളൂ, ഞാൻ എൻ്റെ പണിക്ക് പോവാ. ഇനി മുതൽ അങ്ങനെ നമുക്കറിയാം, സഭയിലൊക്കെ എന്തെങ്കിലും ചെറിയ ഇവിടുന്ന് ഇല്ലെന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും ഞാൻ പറയാം, സഭയിലൊക്കെ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥ ഉണ്ടാവുന്ന പറയാം. ഇനി മുതൽ നിങ്ങളുടെ പാടായി എല്ലാവരും ചെയ്യുന്നതൊക്കെ ചെയ്തു, ഞാൻ ഇനി മുതൽ പണിക്കുന്നു ഇല്ല. നമ്മൾ അങ്ങനെ പോകുന്നത്. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം ആര് വേദനിച്ചു. മോശ വേദനിച്ചു. ഉടനെ സാക്ഷ്യം പറയുക. എന്താ സാക്ഷ്യം പറഞ്ഞത്? ഭൂതലത്തിലുള്ള സകല മനുഷ്യരും അവൻ സൗമ്യന. ഇതാര് കണ്ടു? ഇത് സ്വർഗം കണ്ടെന്ന്. ഇത് സ്വർഗത്തിന് മനസ്സിലായി മോശ എങ്ങനെയുള്ളവനാണ്. അവൻ അതിസൗമ്യനായ മനുഷ്യനാണ്. പക്ഷെ സഹോദരി പറയുകയാണ്, യഹോവ മുഖാന്തരം, മോശ മുഖാന്തരം മാത്രമല്ല, ഞങ്ങൾ മുഖാന്തരവും സംസാരിക്കും. എന്താ അതിന്റെ പരിണിത ഫലം? നിങ്ങൾ നോക്കിയേ, നാവ് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അതിന്റെ പരിണിത ഫലം 12-ാം അധ്യായത്തിൽ ഒടുവിലെ ഭാഗത്ത് വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉടനെ തന്നെ സംഭവം അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം. 10-ാമത്തെ വാക്യം നോക്കിയേ. 9-ാം വാക്യം നോക്കി. 8-ന്റെ ഒടുവില്, എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ. വാക്യം കണ്ടോ? 8-ന്റെ ഒടുവിലത്തെ വാക്യം. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്റെ സഹോദരനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? ചോദ്യമാ. എന്റെ ദാസനായ ഞാൻ അയച്ച സൗമ്യമെന്ന് ഞാൻ കണ്ടിരിക്കുന്ന ആ ദൈവഭൃത്യനെതിരെ സംസാരിക്കുവാൻ നിങ്ങൾ ശങ്കിക്കാതിരുന്നതെന്ത്? നിങ്ങൾക്ക് എന്താ ധൈര്യത്തോടെ പറയാൻ തോന്നിയത്? ഞാൻ അവരെ ആക്കി വെച്ചിരിക്കുന്ന അത് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ദൈവം അതാണ് ചോദിച്ചത്. ഉടനെ അടുത്തും കൊടുക്കുക. 9-ാം വാക്യം. യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു, മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങി, മിര്യാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി മാറി. മിര്യാം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു, കുഷ്ഠരോഗിയായിട്ട് മാറി. പിന്നെ മോശയും അഹരോനും ഒക്കെ പിന്നെ ഈ വിഷയത്തോടുള്ള പദ്ധതി ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. മോശ പലതിനും ഇടിവിൽ നിന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അതൊരു കോംപ്രമൈസ് കാണാൻ കഴിയുന്നില്ല.
അതിൻ്റെ ദൈവം പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾ നോക്കണേ. 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14-ാം വാക്യം. യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവിടെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം, പിന്നത്തേതിൽ അവിടെ ചേർത്തുകൊള്ളാം എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ മിര്യാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചത് വരെ ജനം യാത്ര ചെയ്യാതിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മളൊരു പക്ഷെ നിസ്സാരമായിട്ട് കാണും, ഈ മിര്യാം വലിയ പാപം ചെയ്തോ? നമ്മുടെ ദൃഷ്ടിയിൽ ഒരു ചോദ്യം ചോദിച്ചു, പക്ഷെ ആ ചോദ്യം ആർക്ക് വിരോധമായിരുന്നു? ദൈവത്തിന് വിരോധമായിരുന്നു. ഞാൻ ഒരു വാക്കിങ്ങനെ പറയാം. ദൈവം ഏറ്റവും കൂടുതൽ തൻ്റെ മക്കളിൽ നിന്ന് വേദനിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാക്കുകളാണ്. ഇസ്രായേൽ ജനം ഏറ്റവും കൂടുതൽ പട്ടുപോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവർ പിറുപിറുത്തു. അവരുടെ പിറുപിറുപ്പാണ്. എല്ലാ നന്മയും അനുഭവിച്ചിട്ടും പിന്നെയും നന്ദിയില്ലാത്ത അധരങ്ങളാൽ സംസാരിക്കുന്നത് ദൈവത്തിന് സഹിക്കുവാൻ കഴിയുകയില്ല. അതിനെതിരെ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടായിരിക്കുമെന്നുള്ളത് പഴയ നിയമത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലും തെളിവുണ്ട്. ഈ വിരോധമായിട്ടും സത്യം സംസാരിക്കാതിരുന്ന ഒരു സംഭവമാണ് സഭയിൽ ഏറ്റവും കൂടുതൽ ഭീതി പരത്തിയത്. ഏതാ വിഷയം നിങ്ങൾക്കറിയാം? ഏതാ? അനന്യാസിന്റെയും സഭയുടെയും. അപ്പൊ പുതിയ നിയമത്തിന് മാറ്റം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ദൈവസഭയുടെ ശുശ്രൂഷയൊക്കെ തുടങ്ങി, സഭ രൂപപ്പെട്ടു, ബലപ്പെട്ടു, അതിങ്ങനെ മുന്നോട്ട് നല്ല തീവ്രതയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും സ്ഥലം വിറ്റിട്ടുണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കല് വയ്ക്കുക. പ്രബോധന പുത്രൻ എന്ന് പേരുള്ള ഒരു ലേവ്യം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. അച്ഛനും അമ്മച്ചിയും കൂടെ എന്ത് ചെയ്തു? പ്ലാൻ ഇട്ടു. അവരും എന്ത് ചെയ്തു? സ്ഥലം വിറ്റു. അനന്യാസും സഫീറയും സ്ഥലം വിറ്റിട്ട് ആ സ്ഥലത്തിന്റെ കുറച്ച് പണം എടുത്തു വെച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കൊച്ചിനെ കാനഡയ്ക്ക് ഇടാനായിട്ട് മാറ്റി വെച്ചു. അതുകൂടെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി വെച്ചിട്ട് അപ്പോസ്തലന്മാരെ കാലത്ത് കൊണ്ടുവച്ചു. ഉടനെ ഒരു ചോദ്യം, ഇത്രയ്ക്കോ ഇതൊക്കെ അറിയാമെന്ന അവർക്ക് ഇന്നത്തെ കാലത്ത് ഈ അപ്പോസ്തലന്മാരുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കുകയില്ല, ഇതെല്ലാം അറിയാൻ പറ്റിയാൽ. അപ്പോ ആ ഒറ്റ ചോദ്യമാണ്, ഇത്രയ്ക്കോ നിലം വിറ്റത്? പിന്നെ ആ കാര്യത്തിൽ ഒരു സംശയമുണ്ടോ? ഇത് തന്നെ എവിടുന്നാ പറഞ്ഞത്? നാവെടുത്ത് കള്ളം പറഞ്ഞു. ഉടനെ പ്രാണനെ വിട്ടങ്ങ് പോയി. ഉടനെ അമ്മച്ചി പിന്നെ വരുക. അമ്മച്ചി വരുമ്പോൾ അമ്മച്ചോട് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയാം പിന്നെ അങ്ങനെ ഒരു എന്ന് പറഞ്ഞ അടുത്ത വാക്ക് അവിടെ പറയാം, നിങ്ങൾ പറഞ്ഞൊത്തത്. ഞാൻ ചോദിക്കട്ടെ, വീടുകളിൽ പറഞ്ഞൊക്കാറില്ലയോ? ഇല്ലയോ? ഉണ്ട്. വീടുകളിൽ പറഞ്ഞൊക്കാറുണ്ട്. ദൈവമക്കളെ യാത്ര ചെയ്യുമ്പോൾ സഹോദരന്മാർ ഒരുമിച്ച് കൂടിയ, സഹോദരിമാർ ഒരുമിച്ച് കൂടിയ, നമ്മുടെ സാന്നിധ്യമില്ലാത്ത മൂന്നാമനെ കുറിച്ച് പറഞ്ഞൊക്കാറില്ലയോ? ഉണ്ട് ദൈവമക്കളെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവ് കൊണ്ട് ചെയ്തു വെക്കുന്ന വലിയ പാപമുണ്ട്. അതൊരിക്കലും സ്വർഗത്തിൽ അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് പറയുവാൻ ആർക്കും അധികാരമില്ല. അത് ദൈവത്തിന്റെ നീതിയുള്ള വലങ്കരം വെളിപ്പെടും. അതുകൊണ്ട് നാം വളരെ ഭയത്തോടെ വേണം ഈ വിഷയത്തെ കാണുവാനായിട്ട്. അപ്പോൾ ഈ മിര്യാമിനോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ ഈ സംഭവം ഉണ്ടായെങ്കിൽ പുതിയ നിയമത്തിൽ സഭയുടെ ആരംഭത്തെങ്കിലും ഇവരുടെ സംസാരത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വന്ന് അവരെ ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടെ വേണം നമ്മുടെ നാവെടുത്ത് വളരെ കാര്യങ്ങളെ സംസാരിക്കുന്നത്. നാം വളരെ സൂക്ഷിക്കാനിടയായിട്ട് തീരും. അപ്പോൾ ഇവിടെ മിര്യാം കുഷ്ഠരോഗിണിയായിട്ട് തീർന്നതിന്റെ കാരണം പറഞ്ഞത് ദൈവം അത് ശ്രദ്ധ വെച്ച് കേട്ടു എന്നുള്ളതായിരുന്നു. ചിലയേറെ വേദഭാഗങ്ങൾ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഞാനെങ്കിലും ഒന്ന് പറഞ്ഞു പോകാം, നിങ്ങൾ വായിക്കണ്ട. എഫെസ്യ ലേഖനം തന്നെ 4-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നമ്മൾ ചിന്തിച്ചതാണ്, 29-ാം വാക്യം നമ്മൾ ചിന്തിച്ചതാണ്. ഒരു വേദഭാഗം ഞാൻ നിങ്ങൾ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാം. ഇതിന്റെ 39-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 39-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. 39-ാം സങ്കീർത്തനം 1-ാമത്തെ പരിചയമുള്ള വാക്യമാണ്. മതി. അവിടെ ഒരു വാക്ക് പ്രത്യേകം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. അപ്പൊ നാവോട്ട് പാപം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വഴികളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്ന വഴികളെ കുറിച്ചല്ല നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാവിനെ നാം എവിടെ പോയാലും സൂക്ഷിക്കണം. നാവ് കൊണ്ട് പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വ്യക്തമായിരിക്കുന്ന തെളിവുകളൊന്നും ഇല്ലെങ്കിലും മോശ എന്തുകൊണ്ടാണ് കനാൻ ദേശത്ത് പ്രവേശിക്കാൻ?
എന്താ മോശ കനാൻ ദേശത്ത് പ്രവാസിക്കുന്ന കാര്യം? പാറയെ അടിച്ചു. ശരിയാണ്, ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് അതിന് അപ്പുറത്തൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹം. നമ്മുടെ എല്ലാ മനസ്സിലും നമ്മുടെ ചിന്ത പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ മോശ പാറയെ അടിച്ചു എന്നതാണ്. പക്ഷെ അതൊരു റീസൺ ആയിട്ട് അവിടെ എങ്ങും നമ്മൾ കാണുന്നില്ല. എന്നാൽ ദൈവവാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഞാനൊന്ന് സൂചിപ്പിക്കാം. അത് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കണ്ടെച്ചാൽ മതി. ഒന്ന് നോക്കിയേ, 106 സങ്കീർത്തനം. 106 സങ്കീർത്തനം 33 വാക്യം. ഒരു ഹിന്റ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഒരു റീസൺ. നിങ്ങൾ നോക്കിയേ, 32, 33 ഒന്ന് വായിക്കാമോ? 106 32, 33. അച്ഛൻ 32 തൊട്ടൊന്ന് വായിക്കാമോ? മെരിബ വെള്ളത്തെങ്കിലും അവർ അവനെ കോപിപ്പിച്ചു, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. പിന്നെ അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചത് കൊണ്ട് അവൻ അധരങ്ങളാൽ അതിവേഗം സംസാരിച്ചു. അപ്പോൾ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. അതുകൊണ്ട് എന്താ പറ്റിയത്? മോശയ്ക്കും, അങ്ങനല്ലേ വായിച്ചേ, അവരുടെ മോശയ്ക്കും ദോഷം ഭവിച്ചു. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ പറയാം. മോശ അവിടെ എന്തോ ഒരു വാക്ക് ഉച്ചരിച്ചു. മെരീബ വെള്ളത്തിങ്കൽ ഇസ്രായേൽ ജനം ചെയ്ത പാപനിമിത്തം അവർ ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിച്ചപ്പോൾ മോശയ്ക്ക് ഹൃദയത്തിനുള്ളിൽ കോപം ജ്വലിച്ചു. പക്ഷെ ഈ സമയത്ത് അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. മോശ എന്താ ചെയ്തത്? തന്റെ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. ഞാനൊരു വാക്ക് പറയട്ടെ, പ്രവൃത്തിയാൽ മോശ ചെയ്തതിനേക്കാൾ ദൈവം കണക്കിട്ട് ഒരു കാര്യമുണ്ട്. എന്തോ ഒരു കാര്യം മോശ സംസാരിച്ചു. ഈ ആവർത്തന പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞ പൊട്ടി ചങ്ക് തകർന്ന് വായിക്കേണ്ട ഒരു അധ്യായമാണ് ഏറ്റവും ഒടുവിലത്തെ അധ്യായം. അതിന്റെ കാരണം ഏകദേശം ഒരു 40 വർഷത്തോളം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനതയൊക്കെ നടത്തി കൊണ്ടുപോയ ഒരു മനുഷ്യനാണ് ആര്? മോശ. ഈ മോശയെ കൊണ്ടുപോയിട്ട് ദൈവം കാണിക്കുക, ഇതാണ് ആ കാണുന്നതാണ് കാനാൻ ദേശം. അടുത്ത വാക്ക് പറയാം, നീ അവിടെ. പലപ്പോഴും ഇത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ വേദന തോന്നാറുണ്ട്. ഞാനതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഈ സന്തോഷം കൂടുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിൽ പോയി എനിക്ക് കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളിൽ ഒരാളാണ് മോശ. കാരണം ആ മനുഷ്യനെ കണ്ടിട്ടേ വേറൊരാളെ കാണാൻ പറ്റുള്ളൂ. മറ്റൊരാളെ പുതിയ നിയമത്തിലെ പൗലോസ. ഇവരെ 2 പേരും കാണാൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ എടുത്തിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ കർത്താവിന് വേണ്ടി നിന്നിട്ട് ആ മോശയെ സ്വർഗത്തിലെ ദൈവം എവിടെ കടത്തിയില്ല? കാനാനിൽ കടത്തിയില്ല പ്രിയപ്പെട്ടവരെ. അതിന്റെ കാരണം പറയുക. എന്താ കാരണം? അടിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല, അതൊന്നും രേഖപ്പെടുത്തിയില്ല. പക്ഷെ ഒരു ഹിന്റ് ഞാൻ പറയാം, അവൻ അധരങ്ങളാൽ അവിവേകം സംസാരം. ഇത്ര വലിയ പാപമാണോ ഇത്? ഇത്ര വലിയ പാപമാണോ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു കവിയുന്നത് അത്രേ വായ സംസാരിക്കുന്നത്. അതങ്ങോട്ട് വെളിയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, വീടുകളിൽ കുഞ്ഞുങ്ങൾ സംസാരിക്കാറുണ്ട്. അവരെന്തായാലും ഇന്നലെ കേട്ടിട്ട് വരും, ഇന്നത് പറയും. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇത് നമ്മുടെ അകത്തുനിന്നാണ് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ആദ്യം അറിയുന്നത് അറിയാമോ? അകത്തുനിന്ന് വരുന്നത് കൊണ്ട് ഇത് സ്വർഗം അറിഞ്ഞിട്ടാണ് നമ്മുടെ നാവിലൂടെ പുറപ്പെട്ടു വരുന്നതെങ്കിൽ അതിനെ അതുപോലെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം. എന്ത്? നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പാപം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നമ്മുടെ വഴികളെ നമ്മൾ വളരെ സൂക്ഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഞാൻ 1-2 ആശയങ്ങളുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടെന്ന് പോകാം. ഈ പുതിയ നിയമത്തില് പ്രത്യേകിച്ച് നാം ഈ എഫേസ്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ വരുമ്പോൾ ആത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ച് വായിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എഫേസ്യ ലേഖനത്തിൽ വന്നേ നമ്മൾ ആ ലേഖനത്തിലാണല്ലോ നിൽക്കുന്നത്. ഈ എഫേസ്യ ലേഖനത്തിൽ വരുമ്പോൾ ആത്മനിറവിന്റെ അടയാളം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാമോ? 19, 20, 21 വാക്യം എന്നോട് ചേർന്ന് പെട്ടെന്നൊന്ന് വായിച്ച് നമുക്ക് മുമ്പോട്ടൊക്കെ പോകാം. പെട്ടെന്ന്.
മതി. എന്നോട് ചേർന്ന് ഒന്നിക്കണം. ഈ ഭാഗം വളരെ പരിചയമുള്ള എന്ന ആത്മനിറവിന്റെ അടയാളം എന്തൊക്കെയാ പറഞ്ഞേ? എത്ര കൂട്ടം കാര്യങ്ങളുണ്ട്? എല്ലായിടത്തും നോക്കണ്ട. എത്ര കൂട്ടം കാര്യങ്ങളുണ്ട്? എല്ലാവരും എണ്ണാൻ തുടങ്ങി. എത്ര ഉണ്ട്? സങ്കീർത്തനമുണ്ട്, സ്തുതിയുണ്ട്, അന്യ ഗീതങ്ങളുണ്ട്, അന്യ സംസാരമുണ്ട്. എല്ലാം കൂടി തീരുമാനത്തിൽ എത്രയാണെന്ന് പറയാമോ? ടോട്ടൽ 4 കാര്യങ്ങളേ ഉള്ളൂ. 4 കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചേ. നമ്മൾ ഒത്തിരി ലിസ്റ്റ് ഇടാറുണ്ട്, ഒത്തിരി എണ്ണത്തിന് കോമ ഇടാറുണ്ട്. ഇത്രയൊന്നും ഇടണ്ട. 4 കാര്യമാണ് ആത്മനിറവിന്റെ അടയാളം. ശ്രദ്ധിക്കണം. ഒരു വ്യക്തി ആത്മാവ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മനിറവ് അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ടാൽ, കൺട്രോളിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയപ്പെട്ട ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അവനിൽ പ്രകടമാകുന്ന 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരെന്ത് ചെയ്യും അറിയാമോ? അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? തമ്മിൽ സംസാരിക്കും. അപ്പോൾ ആത്മനിറവിന്റെ ഒന്നാമത്തെ അടയാളമാണ് എന്ത്? തമ്മിൽ സംസാരിക്കുക. നമ്മളെല്ലാം തമ്മിൽ സംസാരിക്കാറുണ്ട്. എന്താ സംസാരിക്കുക? നമ്മൾ 2 പേര് കൂടിയാൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താ? പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്ക് അത്രമേശ എന്നൊക്കെ ചിലപ്പം വിലക്ക് വരാൻ സാധ്യതയുണ്ട്. ശരിയോ? ഞാൻ വളരെ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ ഇത് പഠിക്കണം, മനസ്സിലാക്കണം ഈ ആത്മീയ സത്യം. നമ്മൾ 2 പേര് കൂടിയാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, അവിടെ ഇല്ലാത്ത മൂന്നാമത്തെ ഒരാളെ കുറിച്ച് നമ്മൾ പറയും. എന്റെ കൊല്ലം പറയാ പുള്ളി ശരിയല്ല, ഉദ്ദേശിക്കുന്ന പാർട്ടിയൊന്നുമല്ല, ആയിരിക്കും. അതെവിടാ സംസാരിക്കേണ്ടതെന്ന് അറിയാമോ? ആ പുള്ളി ഉള്ളപ്പം വേണം പറയാം. ഈ പുള്ളി ശരിയല്ല എന്ന് എവിടെ നോക്കി പറയണം? പുള്ളിയുടെ മുഖത്ത് നോക്കി പറയണം. അപ്പോഴാണ് ആ പുള്ളിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. സഹോദരൻ, അത് തെറ്റിദ്ധാരണ അങ്ങനെ അല്ല എന്ന് വെളിപ്പെടുത്തണം. ശരി, തെറ്റുള്ളവരുണ്ട്, തെറ്റ് ചെയ്യുന്നവരുണ്ട്. തെറ്റിനെ തെറ്റായിട്ട് കാണണം, അതിനെ ശാസിക്കണം, അമർത്തണം, ശിക്ഷിക്കണം. ഇതെല്ലാം ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങളാണ്. എന്നാൽ ഞാൻ അവിടെ മറ്റൊരു കാര്യം പറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ജീവിതം ഒരു ദൈവപൈതൽ നയിക്കുമ്പോൾ അവിടെ അവർ തമ്മിൽ സംസാരിക്കും. എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇനി ചേർത്ത് വയ്ക്കേണ്ടത്. എന്താ? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക, അപ്പൊ ദൈവമക്കൾ സ്പിരിച്വലി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടിയ അവിടെ എന്തുണ്ടാവും? ഈ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഇത് സംഭവിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഞാനൊരു വാക്ക് പറയാം. നമ്മളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്തെയോ? അവിടെ നിന്ന് സങ്കീർത്തനം വായിക്കണമെന്ന്. സങ്കീർത്തനം വേണം. അവിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നിടത്ത് സങ്കീർത്തനം വേണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പണ്ട് പഠിച്ച 1-ാം സങ്കീർത്തനവും 23-ാം സങ്കീർത്തനവും പിന്നെ പേടിക്കാതിരിക്കാനുള്ള 91-ാം സങ്കീർത്തനം പഠിച്ചതല്ലേ ഉള്ളൂ. നമ്മൾ പുതിയ സങ്കീർത്തനം പിന്നെ വായിക്കാറില്ല, നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ കൂടുന്നിടത്ത് ദൈവമക്കൾ 2 പേർ ഒരുമിച്ച് കൂടിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനാണെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കും? അവിടെ സങ്കീർത്തനം ഉണ്ടാകും. പിന്നെയോ സ്തുതികൾ ഉണ്ടാകും. പിന്നെ ആത്മീക ഗീതം ഉണ്ടാകും. അത് നമ്മുടെ പാഠ്യപുസ്തകത്തിന്റെ പേര് ആത്മീയ ഗീതം. അതുകൊണ്ട് നമ്മൾ ഇരുന്ന് സൈമൺ സാറിന്റെ പാട്ടെല്ലാം കൂടെ വായിക്കാറാത്ത പാട്ട് പാടുക നല്ല ഇതിന്റെ അർത്ഥം. പിന്നെ ഏതാ? അവിടെ ആത്മീയ ഗീതം ഉണ്ടാകുന്ന വെച്ചാൽ സ്പിരിച്വലി നമുക്ക് ഹൃദയത്തിനുള്ളിൽ ആശ്വാസമാകുന്ന, കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടന്ന് പാടി ദൈവത്തെ സ്തുതിച്ച അപ്പോസ്തലന്മാരെ പോലെ അവർ പാടിയ പാട്ട് പാടണം. അതിനെവിടെ വരണം എന്നറിയാമോ? ദൈവവചനത്തിൽ നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നാമത് പരിശുദ്ധാത്മ നിറവനുഭവിക്കുന്ന ഒരു ദൈവ പൈതൽ അവർ തമ്മിൽ സംസാരിക്കും. ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ ഇന്നൊക്കെ പോവുകയാണല്ലോ, ഇന്ന് തൊട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. കർത്താവേ, ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുമ്പോൾ ഒരുമിച്ച് അങ്ങനെ സംസാരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കൂടുന്നിടത്ത് മറ്റ് ആരെക്കുറിച്ചും പറയാനല്ല, കൂട്ടുകാരുടെ കാര്യം പറയാനല്ല, അയൽപക്കക്കാരുടെ കാര്യം പറയാനല്ല. നമുക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കണം. ഇനി 2 ആത്മനിറവിന്റെ അടയാളം നിങ്ങൾ നോക്കിക്കേ. ഹൃദയത്തിൽ കർത്താവിന് പാടണം. അപ്പൊ ഈ ഹൃദയത്തിൽ എന്തുണ്ടാകണം? ഹൃദയത്തിൽ ഒരു പാട്ട് ഉണ്ടാകണം. പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഒത്തിരി പുതിയ പാട്ടുകൾ വന്നിട്ടുണ്ട്. അത് പിള്ളേരെ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. പിള്ളേരിപ്പോൾ പല ഇപ്പോൾ എക്സസൈസ് ചെയ്യാനൊരു പാട്ടുണ്ടല്ലേ,
ഇപ്പൊ എല്ലാവരും അതിന്റെ പുറകെ, അതെല്ലാവരും ഭയങ്കര എക്സസൈസ് ആണ്. ഞാൻ അറിഞ്ഞനുസരിച്ച് നമ്മുടെ ആന്റിമാരൊക്കെ ഇപ്പൊ അത്യാവശ്യം ശരീരം കുറയ്ക്കാൻ വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് പരിപാടി. എല്ലാവരും പാട്ടാ. ഞാൻ പറയാം, ഇവിടെ കുറയ്ക്കോ കുറയ്ക്കാതിരിക്കോ ഒക്കെ ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വേണ്ടി പാട്ട് എവിടുന്നുള്ള പാട്ടായിരിക്കണം? ഹൃദയത്തിന്റെ ഉള്ളിൽ. നമ്മളിപ്പോ ഇവിടെ പാട്ട് എല്ലാവരുടെ കൈയടിച്ച് പാടി, എത്ര നല്ല കാലമെല്ലാം കഴിയും ഒന്ന് തോന്നിയിരിക്കും പാടിയപ്പോ. പിന്നെ കാണുന്നതെല്ലാം അഴിയും. അടുത്തത് പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതന. പ്രിയപ്പെട്ടവരെ, ഇത് പാടുമ്പോൾ ഹൃദയത്തിന് ഒരു സന്തോഷമില്ലയോ? നാം നിത്യതയും അറിയാനുള്ളവരാ, നാം ഇവിടുന്ന് പോകാനുള്ളവരാ. നമ്മുടെ ഹൃദയം ഇതൊക്കെ കേൾക്കുമെന്ന് തുടിക്കണം. അതായിരിക്കണം ഉണ്ടാകുന്നത്. ഈ ഹൃദയത്തിൽ നിന്ന് എന്ത് എഴുന്നേറ്റ് വരണം? ഗാനങ്ങൾ എഴുന്നേറ്റ് വരണം. ഹൃദയത്തിൽ കർത്താവിന് പാടണം, മറ്റാർക്കും വേണ്ടി പാടുവാനായിട്ട് ഇടയാകരുത്. ഹൃദയം നന്ദിയാൽ പാടുവാൻ ഇടയാകണം. വിശദീകരിക്കാതെ പോട്ടെ. ഇനി 21-ാം വാക്യം നോക്കിയേ. സ്തോത്രം ചെയ്യണം. എന്തിനു വേണ്ടിയാ സ്തോത്രം ചെയ്യുന്നത്? എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. നമുക്ക് പിന്നെ ദൈവകൃപയിൽ ഇല്ലാത്തൊരു സാധനമാണ് എന്ത്? സ്തോത്രം. സ്തോത്രം നമ്മൾ പറയല, ഹല്ലേലൂയ നമ്മൾ പറയല. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ വാക്ക് വേറൊരു സമൂഹത്തിലായിരുന്നു. ഇപ്പൊ ഇവിടെ മുഴുവൻ എന്ത് കേട്ടാൽ ഉയ്യോ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാലേ. പക്ഷേ നമുക്കത് വരുന്നില്ല. നമ്മൾ വിചാരിച്ചേക്കുന്നത് ഇപ്പോൾ ഒരു മോശപ്പെട്ട ഒരു കാര്യമായിട്ട് അല്ല, നല്ലൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, സ്വർഗത്തിൽ ചെന്നാൽ ആകെ പറയാൻ പോകുന്ന എന്തോ? എന്താ? ഏതാ? ഹല്ലേലൂയ എന്നാ പറയാൻ പോകുന്നത്. അവിടെ പറഞ്ഞെങ്കിലും പഠിക്കാൻ കൂടെ വെച്ച് നമുക്ക് ഇടയാകണം. അവിടെ പോയി വേറൊന്നും പറയത്തില്ല. ചെറിയ വിചാരിച്ചേക്കാൻ അങ്ങോട്ട് ചെന്നിട്ട് വേണം ഇരുന്നൊന്ന് സംസാരിക്കാൻ. അങ്ങനല്ല. നമ്മൾ അവിടെ പോയാൽ നിത്യകാലം കർത്താവിനെ ആരാധിക്കുകയും ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയുകയും ചെയ്യുകയാണ്. നിത്യയുഗം നമ്മൾ നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ഇവിടെ സ്തോത്രം ചെയ്യണം, നന്ദി പറയണം എന്ന വാക്കിന്റെ അർത്ഥം. എപ്പോഴാ പറയേണ്ടത്? എപ്പോഴാ പറയേണ്ടത്? അവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലായ്പ്പോഴും. ഞാനിനി ഒരു വാക്ക് പറയാം, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇന്നലെ അമ്മച്ചി മരിച്ചു. നമുക്കിതിനെന്താ ഉത്തരം? എന്താ ഉത്തരം? കർത്താവേ തിരികെ എടുത്തതിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഇയ്യോബിന്റെ 10 മക്കളെ പറിച്ചു മാറ്റി 10 ഭൗതിക ശരീരം വീടിന് മുമ്പിൽ വെച്ചപ്പോ ഇയ്യോബ് പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം ഇതാർക്കാ പറയാൻ പറ്റുന്നത്? സ്തോത്രം നമ്മുടെ അധരങ്ങളിൽ നിന്ന് എല്ലായ്പ്പോഴും ഉണ്ടാകും. എനിക്കറിയാം, ഒരു അങ്കിളും ഉണ്ട്, ആന്റിയും ഉണ്ട്. പിന്നെ പലപ്പോഴും അവരോട് ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അങ്കിൾ വണ്ടി ഓടിച്ചാൽ ആന്റി പറയുന്ന സ്തോത്രം നമ്മൾ എഴുതിയാ തീരുകയാണ്. അതിന്റെ കാരണം മനസ്സിലായോ? ഒരു ടിപ്പർ ഇങ്ങോട്ട് എന്നിട്ട് ഒരു മൂലക്കൂട്ട് അങ്ങ് മാറുകയാണ്. മനസ്സിലായോ? അപ്പൊ ചിലർക്ക് വണ്ടി വരുന്ന കണ്ടാലേ എന്ത് വരത്തുള്ളൂ? ചിലർക്ക് എന്തെങ്കിലും ഒരു പ്രതികൂലം വന്നാൽ ഉടനെ സ്തോത്രം. അല്ലാത്തപ്പോ ഇതൊന്നും വരില്ല. അപ്പൊ അങ്ങനെ KSRTC കാണുമ്പോൾ വരേണ്ടതല്ല. എന്ത് സ്തോത്രം? ഇത് നമ്മുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും വരണം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നാം അതുകൊണ്ടാണ് വായിക്കുന്നത്, അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിപ്പീൻ. ഒരു നിമിഷം പോലുമില്ലാതെ നമ്മുടെ അധരങ്ങൾ തുടിക്കണം. കർത്താവേ സ്തോത്രം. തന്ന ശ്വാസത്തിന് സ്തോത്രം, ഞങ്ങൾക്ക് തരുന്ന സമൃദ്ധിക്ക് സ്തോത്രം, ജീവിതത്തിന് സ്തോത്രം, മക്കൾക്ക് സ്തോത്രം, എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറ്റണം. കൂടെ പറയണം, തന്ന രോഗത്തിനായിട്ടും അതിന് ഒഴിവാക്കണ്ട, അതിന് വെച്ചുള്ളതാ സ്തോത്രം ചെയ്യാൻ കഴിയും. അപ്പൊ എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യണം, പിന്നെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതാണ് 4ാമത് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ രേഖപ്പെടുത്തിയത്. ഇനി അടുത്ത ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. അവിടെ പറയുകയാണ്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടും. അപ്പൊ പരിശുദ്ധാത്മ നിറവ് ഉള്ളിൽ വന്നാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ടവരായാൽ അവർ ചെയ്യുന്ന 4ാമത്തെ കാര്യം പറയുകയാണ്, കീഴ്പ്പെട്ടിരിക്കാനുള്ളൊരു മനസ്സ്. ദുഃഖത്തോടെ പറയട്ടെ, പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ പിതാക്കന്മാർ തൊട്ടേ ഞങ്ങള് ഇവിടെയാണ്, ഞങ്ങൾ 3 തലമുറ ഇവിടെയാണ്, അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ടൊന്നും ആരും പറയണ്ട. മനസ്സിലായോ? ആർക്കും കീഴ്പ്പെട്ടിരിക്കാൻ മനസ്സിലാവും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിച്ചാൽ
ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയട്ടെ, നമുക്കൊരു മനസ്സിൽ ചിന്തയുണ്ടാകും. എന്താണ്? അതാകെ ഞാൻ കീഴ്പ്പെട്ടിരിക്കുക, ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക, ദൈവം ആക്കി വെച്ചിരിക്കുന്ന നേതൃത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുക, ദൈവദാസന്മാരുടെ വാക്കുകൾക്ക് കീഴ്പ്പെട്ടിരിക്കുക, മൂത്തവർക്ക് കീഴ്പ്പെട്ടിരിക്കുക, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക, അപ്പനമ്മമാർക്ക് കീഴ്പ്പെട്ടിരിക്കുക. ഇതുണ്ടാകണമെങ്കിൽ എന്ത് വേണം അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് കീഴ്പ്പെട്ടിരിക്കുവാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണത്തെ നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. അതുകൊണ്ട് തമ്മിൽ സംസാരിക്കണം. പിന്നെ നമ്മൾ കണ്ടു, ഹൃദയത്തിൽ കർത്താവിനെ പാടണം, സ്തോത്രം ചെയ്യണം, അന്യോന്യം കീഴ്പ്പെട്ട് ഇരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം അവിടെ അങ്ങ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ എൻ്റെ സമയം എന്നെ അനുവദിക്കില്ല. അടുത്ത വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, നാവുകൊണ്ട് ഉള്ള നമ്മുടെ പാപങ്ങൾ സംഭവിക്കാതിരിക്കണം, വളരെ ഗൗരവമാണ്. അതിന് ന്യായവിധി ഉണ്ടാകും, അതിൻ്റെ കഷ്ടത നാം അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന പ്രമാണം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ സത്യം മാത്രം സംസാരിക്കണം. ആവാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അവിടെ നിൽക്കട്ടെ. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. ഇനി സ്നേഹത്തിൽ ചെയ്യാറുള്ള അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വരാം. വിശദീകരിക്കത്തില്ല, ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോവുകയാണ്. എനിക്ക് ഒരു വിഷയം കൂടിയെങ്കിലും നിങ്ങളുടെ മുമ്പാകെ ഒന്ന് അവതരിപ്പിക്കണമെന്നുണ്ട്. ഈ എഫെസ്യ ലേഖനം തന്നെ 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കാമോ? 5:2. മതി. സ്നേഹത്തിൽ ചെയ്യാനുള്ള 5-ാമത്തെ കാര്യം, വാക്ക് ഇൻ ലവ്. സ്നേഹത്തിൽ നടക്കണം. എന്നോട് ചേർന്ന് 5 കാര്യങ്ങളൊന്ന് പറയാമോ? കൂടുതൽ പഠിച്ചിട്ട് കാര്യമില്ല, പെട്ടെന്ന് ഓർക്കാനായിട്ട് പറയാമോ? 5 കാര്യങ്ങൾ. സ്നേഹത്തിൽ വേരൂന്നണം, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, സ്നേഹത്തിൽ സത്യം മാത്രം സംസാരിക്കണം, 5 സ്നേഹത്തിൽ നടക്കണം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. സ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായോഗിക ജീവിതം എങ്ങനെയായിരിക്കണം? നടപ്പ് പ്രായോഗിക ജീവിതത്തെ കാണിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ ദൈവ സ്നേഹം വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരണം. ഒരു സ്ഥലത്തൊരു അങ്കിൾ അറിയപ്പെടുന്നത് തെറ്റാലി എന്ന, തെറ്റാലി, മനസ്സിലായി? ആ സ്ഥലത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ നമ്മൾ പേര് പറഞ്ഞ് അറിയത്തില്ല. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിപ്പോയത്, ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ എന്നോട് പറഞ്ഞു തന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ ആ ജംഗ്ഷൻ ചെന്നിച്ചോടി, ഇവിടെ ഇന്നയാളുടെ വീടുണ്ടോ എന്ന് ചോദിച്ചു. അവർ എത്ര നോക്കണം, ഇങ്ങനെ ഒരാൾ ഇവിടെങ്ങും ഇല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഊഹമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, തെറ്റാലിയാണോടാ ഇനി ഈ പുള്ളി ഉദ്ദേശിക്കുന്നതിന്? തെറ്റാലി, അതെന്താ സംഭവം? അപ്പോഴാണ് എനിക്കിൻ്റെ കാര്യം മനസ്സിലായത്. ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് തെറ്റാലി. അപ്പോൾ വിളിക്കാനൊരു കാരണമുണ്ട്. ഇദ്ദേഹം ഈ നാട്ടിൽ, വിദേശത്തൊക്കെ ആയിരുന്നു. എന്നിട്ട് നാട്ടിൽ വന്നപ്പം ഈ നല്ലൊരു മതിലൊക്കെ കെട്ടി അതിൻ്റെ കപ്പയിട്ടപ്പം അതിലൊക്കെ വീട്ടിലെ കോഴി ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പണി രാവിലെ കയറി ഇത് തെറ്റാലിയും കല്ലും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. വരുന്ന കോഴിയെല്ലാം ഇദ്ദേഹം കല്ലിനടിക്കും. നാട്ടുകാർ ഇദ്ദേഹത്തിനൊരു പേരുണ്ട്, എന്താ? തെറ്റാലി. ഞങ്ങൾക്ക് പിടി കിട്ടിയോ? അപ്പോൾ ദേശത്തെ സാക്ഷി എന്തുവാ? തെറ്റാലി. ഞാനിതിനെയൊക്കെ ഓരോ വീട്ടിൽ കൂടെ പോകാതിരിക്കുന്നത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. തെറ്റാലി ആരങ്ങനെ വിളിക്കത്തൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, നാട് മനസ്സിലാക്കുക, ഈ പുള്ളി എവിടെ ഇതിനെ കണ്ടാലും എന്ത് ചെയ്യും? തെറ്റാലിക്കടിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ സ്നേഹം വെളിപ്പെടണം. നമ്മുടെ കപ്പ അങ്ങ് പോട്ടെന്നേ, നമ്മുടെ കപ്പ അങ്ങ് പോട്ടെ. ഈ കപ്പ അല്ല, ഇത് വരാതിരിക്കാനുള്ള 100 വഴി നമുക്ക് ചെയ്തു വെക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇതിനെ അങ്ങനെയല്ല പ്രതിരോധിക്കേണ്ടത്. ചിലര് പറയുന്നത്, ഇനി എൻ്റെ തോട്ടത്തിൽ കയറുന്നത് കാണണം, പിന്നെ നമ്മൾ വേറെ സാധനം പഠിച്ചു വെക്കുവാണ്, പിന്നെ ഒറ്റ ദിവസം കൊണ്ടെല്ലാം എന്തെല്ലാം പണി കിടക്കുന്നു. പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ സ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവമക്കൾ എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. കർത്താവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ആർക്കൂടെ വെളിപ്പെടണം? ദേശത്തിന് വെളിപ്പെടണം. നമ്മുടെ ദേശത്ത് നമ്മൾ സാക്ഷ്യമുള്ളവരാണ്. അപ്പൊ ഇതിനെ ഒന്ന് മനസ്സിലാക്കി തരാൻ പൗലോസ് നല്ല ഉദാത്തമായ ദൃഷ്ടാന്തം കൊണ്ടുവന്നു. എനിക്ക് അതാണ് ഏറ്റവും ചിന്തനീയമായിട്ട് തോന്നിയത്. 5-ന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ചു. 2-ാം വാക്യം, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. എന്താ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ, ഇപ്പം മലയാളം ഒന്നും ശരിയല്ല ഇവിടുത്തെ. ഈ പോലെ എന്ന് പറഞ്ഞാൽ അതെന്തിനെ സൂചിപ്പിക്കുന്ന? പറഞ്ഞേ, മലയാളം പഠിക്കുമ്പോൾ എന്തോ അറിയാം? പോലെ ഒന്നിനോടൊന്ന്, തടി മേടിച്ച് പഠിച്ച സാധനം എന്നിട്ടും പറഞ്ഞു. ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ
ഉപമയാണത്. അപ്പൊ ഒരു ഉപമ പറഞ്ഞു കൊടുത്തേക്ക. എന്താ? ഒന്നിനോടൊന്ന് സാദൃശ്യപ്പെടുത്തിയേക്ക. ഏതിനോടാ സാദൃശ്യപ്പെടുത്തിയത്? നിങ്ങൾ സ്നേഹത്തിൽ നടക്കണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്കൊരു നല്ല ഒരു എക്സ്പ്ലനേഷൻ, ഒരു നല്ലൊരു ഉപമ കാണിച്ചു തന്നേക്കുക. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ പിടിച്ച് അടിച്ചപ്പോൾ കർത്താവ് എന്തെങ്കിലും ചെയ്തോ? കർത്താവിനെ കുന്തത്തിന് കുത്തിയപ്പോൾ കർത്താവ് എന്തെങ്കിലും ചെയ്തോ? ഇല്ല, കർത്താവ് ഒന്നും ചെയ്തില്ല. കർത്താവ് ഒന്നും ചെയ്തില്ല. ക്രൂശിലെ മരണത്തോളം അവൻ ഫിലിപ്പിൽ അങ്ങനെ രണ്ടി നമ്മൾ വായിക്കുന്നതാണ്. ക്രൂശിലെ മരണത്തോളം നമ്മുടെ കർത്താവ് അനുസരണമുള്ളവനായിരുന്നു. എടാ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ എന്നെ കുത്തുന്നത്? കർത്താവ് ചോദിച്ചില്ല. കർത്താവ് മൗനമായിട്ട് നിന്നിട്ട് മുഴുവൻ സഹിക്കുകയായിരുന്നെങ്കിൽ ഒരു പരമയാഗമായിട്ട് നമ്മുടെ കർത്താവ് തീരുകയായിരുന്നു. ഞാൻ 5 യാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല, വിശദീകരിക്കേണ്ടതാണ്, പക്ഷേ സമയമില്ലല്ലോ. ആ കർത്താവ് ഒരു പരമയാഗമായി അവിടെ തീർന്നു എങ്കിൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അവരറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞെങ്കിൽ, ആ ക്രൂശ് മരണത്തെ പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, അതുപോലെ ദൈവത്തിന്റെ മക്കൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ നടക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം, ആളുകളൊക്കെ നമുക്ക് എതിരായേക്കാം, ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. പൗലോസ് പറയുന്ന പോലെ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെയുള്ള ആളുകൾ നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കി വന്നേക്കാം. പക്ഷേ ദൈവം മുമ്പാകെ നമുക്ക് കർത്താവിനെ സാക്ഷീകരിച്ച് കർത്താവിന്റെ സ്നേഹത്തിൽ നടക്കുവാൻ ഇടയായിട്ട് ദിനം. ഇത് പൗലോസ് എഫെസോസിലെ വിശ്വാസികളെ കുറിച്ച് ആഗ്രഹിച്ച കാര്യമാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ സ്നേഹത്തിൽ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഞാൻ 1-2 വാക്യങ്ങൾ ഈ വിഷയത്തുള്ള പദത്തൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. കൊലോസ് ലേഖനം 3:14 പെട്ടെന്നൊന്ന് വായിക്കാമോ? കൊലോസ് ലേഖനം 3:14. മതി. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം തരും. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കുടുംബജീവിതത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ എന്ത് വേണം? സ്നേഹം വേണം. ആ സ്നേഹം നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ ഒരു അസ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ഏത് അസ്വസ്ഥത വന്നാലും ഈ ഒരൊറ്റ ബന്ധത്താൽ നമുക്കതിനെ മറികടക്കാനായിട്ട് ഇടയായിട്ട് തീരും. ഇനി സഭാബന്ധത്തിലും നമുക്കിടയിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. എല്ലാ പ്രതിസന്ധികളും നമുക്ക് നേരിട്ട് വന്നേക്കാം. പക്ഷേ ദൈവമക്കളെ, അതിന് മൊത്തത്തിൽ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം, അത് നമ്മളൊന്ന് മുറുകെ പിടിക്കുക. സഹോദര, എനിക്ക് പറ്റിപ്പോയി, ഞാനറിയാം, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞ വാക്ക് സഹോദരനോ സഹോദരിക്കോ വേദനയായി എന്ന് ഞാൻ മനസ്സിലാക്കും. എന്നോട് ക്ഷമിക്കണം. അത് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം അറിയാമോ? നമ്മുടെ ഹൃദയത്തിനുള്ളിൽ സ്നേഹം നിറഞ്ഞ് കവിയുവാൻ ഇടയായിട്ട് തീരണം. ശരി, 1 കൊരിന്ത്യർ 8:1 വാക്യം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 8:1. 1 കൊരിന്ത്യർ 8:1. അതല്ലയോ? അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. അപ്പൊ നമ്മളിൽ സ്നേഹം വ്യാപരിച്ചാൽ നമുക്ക് സ്പിരിച്വലി എക്യുപ്പൈഡ് ആകാനായിട്ട് പറ്റും. നമുക്ക് ആത്മീക വർധന ഉണ്ടാകും. ദൈവമക്കളായ നമ്മുടെ സ്നേഹത്താൽ ഒന്ന് നിറയുമ്പോൾ നമുക്ക് ആത്മീക വർധന ഉണ്ടാകും. വിശദീകരിക്കുന്നില്ല. 1 തെസ്സലോനിക്കർ 3:12-13 ഒന്ന് വായിക്കാമോ? 1 തെസ്സലോനിക്കർ 3:12-13. മതി. സ്നേഹം എങ്ങനെ ആയിത്തീരണം? വർദ്ധിച്ചു വരണം. അന്ത്യകാലത്തെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് എന്ത്? സ്നേഹം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്നേഹം വർദ്ധിച്ചു വരണം. ദൈവമക്കൾക്കിടയിലെ സ്നേഹം വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിട്ട് തരും. പൗലോസ് ഈ വിഷയമൊക്കെ പറഞ്ഞു. എഫെസോസിലേക്കുള്ള ഈ ലേഖനം അവസാനിപ്പിച്ചു. എഫെസ് ലേഖനം എഴുതിയത് AD 60-ലാണ്. കാലങ്ങൾ മുന്നോട്ട് പോയി. ഈ എഫെസോസിലെ വിശ്വാസികളുടെ അവസ്ഥ പൗലോസ് മനസ്സിലാക്കിയിട്ടാകാം ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയം അവർക്ക് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. AD 60 ഇത് എഴുതി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വെളിപ്പാട് പുസ്തകം എഴുതുന്നത് AD 95-ലാണ്. AD 95. എത്ര വർഷത്തെ ഗ്യാപ്പുണ്ട്? 60 35 95 അല്ലേ? അപ്പോൾ AD 95 എഴുതി. ഒരു 35 വർഷത്തെ ഗ്യാപ്പ് ഇതിനിടയ്ക്ക് ഉണ്ട്. എഫെസ് ലേഖനവും വെളിപ്പാട് പുസ്തകമായി. ഇനി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം ആരംഭ വാക്യത്തിൽ ഒരു സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് സഭയാ? ആയുധ സഭ.
എഫെസോസിലെ 7 സഭകൾക്ക് എഴുതുകയാണ്. ആസിയയിലെ 7 സഭകൾക്ക് എഴുതുകയാണ്. ഒന്നാമത്തെ സഭയാണ് എഫെസോസ് സഭ. എന്താ എഫെസോസ് സഭയുടെ കുഴപ്പം? നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 35 വർഷം മുമ്പ് ഈ സഭയ്ക്ക് കൊടുത്ത പ്രബോധനം മുഴുവൻ ഏതിൽ അധിഷ്ഠിതമായിരുന്നു? സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു. സ്നേഹത്തെക്കുറിച്ച് മാത്രമോ പൗലോസ് പറഞ്ഞത്? നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ് പൗലോസ് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് എത്തിയപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ നിന്ന് സ്വർഗീയ ദർശനത്താൽ ഈ സഭയ്ക്കുള്ള ദൂത് കൊടുക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളെ കുറിച്ച് ഒരു കുറവ് എനിക്ക് പറയാനുണ്ട്. നന്മ ഒത്തിരി ഉണ്ട്, പക്ഷെ ഒരു കുറവ്, അത് കുറവായിട്ട് ഇന്നും ശേഷിക്കുന്നു. എന്താണ്? നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നോ ഒരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ ഓക്കെ ആകെയാണ്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അപ്പൊ വായിച്ചിട്ടില്ല, ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. 5-ാം വാക്യം. മതി. പ്രിയപ്പെട്ടവരെ, വളരെ ഭയത്തോടെ ഈ വിഷയം ഒന്ന് ചിന്തിക്കണേ. ഇവിടെ പറയുകയാണ്, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത്. അപ്പൊ ഇവിടെ വീഴ്ച പറ്റിയ വിഷയം ഏതാ? സ്നേഹമില്ല. ഇനി എന്തായാലും പരിഹാര മാർഗം ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. അവർ കള്ളന്മാരെന്ന് ചിലരെ കണ്ടു, അവരെയൊക്കെ മാറ്റി നിർത്തി. പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ നിക്കലോബിയിലൂടെ നടപ്പ്, അതിനെ നിങ്ങൾ പരിഹസിക്കുന്നുണ്ട്, നിങ്ങൾ മാറിയിരിക്കുന്നു. ഇതെല്ലാം കാര്യം നല്ല ഉപദേശമൊക്കെ കാത്തു സൂടി എല്ലാം ശരിയുണ്ട്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഇവർക്കിടയിൽ സ്നേഹമില്ല. അപ്പൊ സ്നേഹമില്ലാത്തതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങളുടെ സ്നേഹമില്ല, അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നു. എന്നിട്ട് പറയാ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ചുരുക്കത്തിൽ ഞാനിങ്ങനെ പറയാം, നിങ്ങൾ ആ പ്രഥമമായ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ഇതാണ് ഇതിന്റെ റെമഡി. നിങ്ങൾ മടങ്ങി സ്നേഹത്തിലേക്ക് വരിക. വന്നിട്ടുള്ള കുഴപ്പം പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഭക്തിയോടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയം. എന്താ? അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. ഇവിടുത്തെ നിലവിളക്ക് ഏതാ നിലവിളക്ക്? പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആസിയയിലെ 7 സഭകൾക്ക് എഴുതുമ്പോൾ പറയാണ്, 7 നിലവിളക്കുകളുടെ നടുവിലൂടെ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. 7 നിലവിളക്ക് 7 സഭകളാകും. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ വരും. നിനക്ക് മാനസാന്തരം വരാത്ത പക്ഷം, നീ ഏതിൽ നിന്നാണോ വീണിരിക്കുന്നത്, വീണിട്ട പ്രവൃത്തി നിങ്ങൾ മനസ്സിലാക്കി തിരികെ മാനസാന്തരപ്പെട്ട് അനുദാപിക്കാത്ത പക്ഷം ഞാൻ വരികയും ആ സ്ഥാനത്ത് നിലവിളക്കിനെ നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ ഞാൻ ആ സഭയെ അവിടുന്ന് മതി. എന്തിനാ ദൈവസഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? ദൈവമക്കളെ, എന്തിനാ നമ്മയൊക്കെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? ഒരു സഭയുടെ വക്താക്കളാക്കി ദൈവത്തിന് നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മളെ എന്തിനാ വിളിച്ച് വേർതിരിച്ചാക്കിയിരിക്കുന്നത്? അതിവിടെ കർത്താവിന് ഒരു വലിയ പർപ്പസ് ഉണ്ട്. കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. മീറ്റിംഗ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ കിടന്ന് വാക്കേറ്റവും വാക്കത്തേക്ക് വെട്ടും അടിയും ബഹളമാണെന്നുണ്ടെങ്കിൽ ദേശത്ത് ദൈവനാമം ദുഷിക്കപ്പെടുക ഇല്ലയോ? അത് അപ്പുറത്തെ അവസ്ഥ ഇവിടെ എന്ന് പറയും. എവിടുത്തെ അവസ്ഥ? അവിടെ ശാന്തമായ കൊല്ലിച്ചിയാണ്. ഇവിടെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? കുറെ കശാപ്പ് കടയായിട്ട് പറഞ്ഞതാ. അവിടെ ശാന്തമാണ് അവര് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതിനൊക്കെ വലുതാന്ന് പറയും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവസഭ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓരോ പ്രാദേശിക ഇടങ്ങളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നതാണ്. ആ ദൈവസഭയ്ക്ക് സ്നേഹമില്ലാത്ത പക്ഷം ആ സഭയിലെ മാനസാന്തരമില്ലാത്ത ജീവിതത്താൽ ദൈവം ആ പ്രാദേശിക സഭയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. നിങ്ങൾ ചരിത്രം പഠിച്ചറിയാം. എഫെസോസ് എന്ന പട്ടണത്തിൽ ഒരു സഭ ഇന്ന് ഇല്ല. എത്രയോ സഭകളുകൾ അടച്ചുപൂട്ടിയെന്നറിയാം. ദുഃഖത്തോടെ ഞാൻ പറയാം. അതിന്റെ കാരണം നമ്മുടെ അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത ചില പിടിവാശി കൊണ്ട് മാത്രം. ഇന്നും അങ്ങനെയല്ലയോ? ഇന്നും പിടിവാശിക്ക് ഒരു കുറവുമില്ല. ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിടിവാശി നിമിത്തം എത്രയോ ഹോളുകൾ അടച്ചു കൂട്ടുന്നു, എത്രയോ ആത്മീയ ശുശ്രൂഷകൾ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഭയപ്പെടണം. ഞാൻ നിങ്ങൾ കണക്ക് കൊടുത്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് 35 വർഷം
വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് ഇത്രയും പ്രബോധനം കേട്ടിട്ടും അനുതാപമില്ലാതിരുന്ന എഫെസോസിലെ വിശ്വാസികളെ സ്വർഗത്തിലെ ദൈവം തന്റെ വാക്കുകളാൽ പറഞ്ഞു, ഞാൻ വരികയും മാനസാന്തരപ്പെടാൻ ഞാൻ ആ നിലവറക്കിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വളരെ ഭയത്തോടെ ഇരിക്കാം. നമുക്ക് ഒരു തീരുമാനം ഹൃദയത്തിൽ നിന്ന് എടുക്കണം. ഞാനത് വളരെ വിനയത്തോടെ അങ്ങ് പറയാം. കർത്താവേ, അങ്ങയുടെ വരവ് വരെ, അങ്ങയുടെ വരവ് വരെ ഞാനോ എൻ്റെ കുടുംബമോ ദൈവസഭയ്ക്ക് ഒരിക്കലും ഒരു തടസ്സമായിട്ട് ഒന്നും എടുക്കണം. കർത്താവേ, ഞാൻ നാളെ മുതൽ സുവിശേഷ വരെ ചെയ്തോളാം, വേണ്ട പ്രിയപ്പെട്ടവർ, ഒന്നും വേണ്ട. പക്ഷെ ഞാനൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന പ്രാദേശിക സഭയ്ക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സമായിട്ട്, അതിന് ആത്മീക വർധനവിന്, അതിന് ആത്മീക അഭിവൃദ്ധിക്ക് ഞാനോ എൻ്റെ കുടുംബമോ ഒരു വാക്കുപോലും പറയുകയില്ല എന്ന ഉറച്ച തീരുമാനമാണ് ദൈവമക്കളെ നമുക്ക് വേണ്ടി. നമ്മുടെ കർത്താവ് വരുമ്പോൾ ഈ ഇടക്കരയിലുള്ള ഒരു കൂട്ടം ദൈവജനം ഇവിടുന്ന് പറന്നു പോകണം. അതിനുവേണ്ടി വേണം നാം കാത്തിരിക്കുവാനായിട്ട്. അതുകൊണ്ട് ദൈവമക്കളായ നാം സ്നേഹത്തിൽ കുറവ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു അനുതാപം നമുക്കുണ്ടാകട്ടെ. കർത്താവെ, പറ്റിപ്പോയി, ഞങ്ങൾക്ക് കുറവ് സംഭവിച്ചു പോയി, ഞങ്ങളത് ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞ് ദൈവമുമ്പാകെ വന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് കൈ കൊടുത്ത് സന്തോഷത്തോടെ സഹോദര എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ, സഹോദരി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ നമുക്കൊന്ന് മനസ്സുണ്ടാകണം. കർത്താവ് നമുക്ക് അതിന് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കട്ടെ. രണ്ടാമത്തെ ഒരു ആശയം ഞാൻ പറഞ്ഞു തുടങ്ങി വെക്കാം, എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല, നിങ്ങൾ മനസ്സിലാവുമല്ലോ. കുടുംബജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒന്നാമത്തെ വിഷയമാണ് നമ്മൾ കണ്ടത്. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഇനി രണ്ടാമത്തെ വിഷയം നിങ്ങളൊന്ന് നോക്കാം. എഫെസ് ലേഖനത്തിലേക്ക് ഒന്ന് വരാമോ? എഫെസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. 5:31 വായിച്ചു. മതി. ഇനിയും ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാം കൂടെ വാക്യം. 24, 2:24. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇപ്പൊ നമ്മൾ വായിച്ച എഫെസ് ലേഖനം 5:32 ചേർത്ത് വായിക്കാമോ? 5:32. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. രണ്ട് ചിന്തകൾ ഞാൻ വീണ്ടും കൊണ്ടിരട്ടെ. രണ്ടാമത്, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറഞ്ഞു വരുമ്പോൾ പറയാണ്, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി. ഇന്ന് വരെ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. രണ്ട് എന്തായി മാറുന്നു? ഒന്നായിട്ട് മാറും. ഇരുവരും ഒരു ദേഹമായി മാറും. അപ്പൊ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആത്മീയ വശം ഞാൻ പറയാം. രണ്ടും രണ്ടല്ല, ഈ രണ്ടുകൂടെ ചേർന്ന് ഒന്നായിട്ട് തീരുന്നതാണ് എന്തെന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഭർത്താവിനോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്, സ്വന്തം ശരീരത്തെ പോലെ ഭാര്യയെ ചെയ്യും. ആരും തൻ്റെ സ്വന്തം ശരീരത്തെ തന്നെത്താൻ പകച്ചിട്ടില്ലല്ലോ എന്ന് വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് നമുക്കോട് മനസ്സിലാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടാണ്, ഭാര്യയും ഭർത്താവുമാണ്, രണ്ട് ജെൻഡറാണ്, രണ്ട് കുടുംബത്തിലുള്ളതാണ്, രണ്ട് ഭാഷയിലുള്ളതാണ്, സംസ്കാരമുള്ളതാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ വിവാഹം എന്ന ഈ ഏറ്റവും മേത്രമായ ഈ പ്രവൃത്തിയിലൂടെ എന്തായി തീരുക? രണ്ട് ഒന്നായിട്ട് മാറുക. ഈ രണ്ടൊന്നായിട്ട് മാറിയിട്ട് പൗലോസ് ചേർത്ത് പറയാണ്, ഈ മർമ്മം വലിയത്. ഞാൻ ആരെ ഉദ്ദേശിച്ചാ പറയുന്നത്? ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പൊ വാസ്തവത്തിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും ഒരു നിഴലാണ് എന്ത് കുടുംബം, ഭാര്യാഭർത്തൃ ബന്ധം. നടക്കല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺ തെറ്റി നടക്കുമ്പോൾ ഓർത്തോണം എന്താ നശിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാവോ? എന്താ ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയ മർമ്മം വെളിപ്പെടുത്തി, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? രണ്ടൊന്നായി തീരുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിഷയം എന്താ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? രണ്ടൊന്നായി തീരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് നമ്മൾ ചിന്തിക്കാൻ പോകും. കുടുംബജീവിതം എന്തിൽ അധിഷ്ഠിതമായിരിക്കണം? രണ്ടുപേരും ഒരുമിച്ച് പോയാൽ ജനം എന്താ പറയുന്നേ? ചിലപ്പോൾ കല്യാണത്തിന് ചെറുക്കനും പെണ്ണും കയറി നിൽക്കുന്നതാണെന്ന് പറയും, കൊള്ളാം കേട്ടോ, അവരെ തമ്മിൽ നല്ല
പൊരുത്തമാണ്, ചേർച്ചയാണ്, യോജിപ്പാണെന്ന് പറയും. അത്രേ ഉള്ളൂ വിഷയം. എന്താ രണ്ട് ഒന്നായി തീരുക എന്ന് പറഞ്ഞാൽ they are one എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എന്തുണ്ട്? ഒരു ഐക്യതയുണ്ട്, യൂണിറ്റി ഉണ്ട്. ഇതാണ് രണ്ടൊന്നായി തീർന്നാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറയാം. ഇതുവരെ എൻ്റെ അപ്പനും അമ്മയായിരുന്നു. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എനിക്ക് ആരും കൂടെ കിട്ടി? വേറെ രണ്ട്, ഒരപ്പനെയും ഒരമ്മയും കൂടെ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ടൊന്നായി മാറിയതുകൊണ്ട് എൻ്റേതല്ല നിനക്കും, നിൻ്റേതല്ല എനിക്കും. പണ്ട് നമ്മൾ അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പെട്ടിക്കകത്ത് ഇപ്പോഴും നമ്മളെ വെച്ചേക്കുന്നെങ്കിൽ അങ്ങനെ ആയിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടൊന്നായി തീർന്നാൽ ഇത് നമ്മുടെ എല്ലാം ഒന്നല്ല, പിന്നെ എങ്ങനെ നമ്മുടെ എല്ലാം ഇപ്പോഴും രണ്ടായിട്ടിരിക്കുക. അപ്പോൾ വാസ്തവത്തിൽ എങ്ങനെയാണ് പോകേണ്ടത്? രണ്ടൊന്നായിട്ട് തീരണം. എൻ്റെതെന്ന് പറയാൻ ഒന്നുമില്ല എന്നും പറഞ്ഞ് നാളെ സൗരന്മാരുടെ മാറ്റിട്ടുകൊണ്ട് സൗകര്യമാരെ നടക്കണമെന്നല്ല പറഞ്ഞത്. അതല്ല ഇതിന്റെ അർത്ഥം. രണ്ടൊന്നായി തീരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിലൂടെ ഒരു യൂണിറ്റി ഉണ്ട് എന്നുള്ളത് എവിടെ വെളിപ്പെടുകയാണ്? ലോകത്തിന് വെളിപ്പെടുക. അപ്പോൾ ഇത് വെളിപ്പെടുത്തുന്ന ഇടമാണ് ഏതൂടെ? ഏത്? സഭ. സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് 2 മണിക്കൂർ ഈ വിഷയം കുറഞ്ഞത് സംസാരിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു വിഷയമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ കാരണം ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തില്ല? തമ്മിലൊരു ഐക്യത ഇല്ല. തമ്മിലൊരു ഐക്യതയില്ല. ഈ യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇതിപ്പോ ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുള്ളത്, നമ്മളിപ്പോഴും വിവാഹത്തിന് പറയുന്ന ഒരു വാക്കാണ് മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകില്ല. അറ്റുപോകും വേഗത്തിൽ അറ്റുപോകയില്ല. അതിന്റെ കാരണം എന്താ? ഇത് 3 എണ്ണത്താല് പിരിക്കപ്പെട്ടിരിക്കുക. അപ്പം ഏതാ ഈ 2 എണ്ണം? 2 എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചേർത്ത് വെച്ചാൽ ഭാര്യയും ഭർത്താവും 2 എണ്ണമാണ്. എന്നിട്ട് ഇതിന്റെ നടുക്കൂടെ ഒരെണ്ണം പോകുന്നുണ്ട്. അതാണ് ഇതിനെ രണ്ടിനെ പിടിച്ചു നിർത്തുന്നത്. ഏതാ? അത് ദൈവമാണ്, അല്ലേ? ദൈവം നമ്മളെ ഒന്നിപ്പിക്കുക, യൂണിറ്റിയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം വിടുന്തോറും എന്ത് ചെയ്യും? അറ്റുപോകാനായിട്ട് സാധ്യത തുടങ്ങും. യൂണിറ്റി വേണം. യൂണിറ്റി ഒരു കാന്തം പോലെ നിൽക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ദൈവിക പ്രമാണത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിങ്ങനൊരു ഗ്യാപ്പ് വരാനായിട്ട് തുടങ്ങും. കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായിട്ട് പറയുമ്പോൾ ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന ആ ഒരു ആത്മീക തത്വം ദൈവസഭയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പൗലോസ് ഉപയോഗിച്ച ഒരു ദൃഷ്ടാന്തമാണ്. ഇനി വേറെ വിരിഞ്ഞോളാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് സൂക്ഷിക്കണം, അത് മാത്രം ഹൈലൈറ്റ് ചെയ്യരുത്. വേറെ വിരിഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വേറെ വിരിയാൻ പറഞ്ഞേക്കുന്നത്? നോക്കിക്കേ, 1 കൊരിന്ത്യർ 7:5 വാക്യം പെട്ടെന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 7:5. 1 കൊരിന്ത്യർ 7:5. മതി, ശ്രദ്ധിച്ചേ. എന്തിനാ വേറെ വിരിയാൻ പറഞ്ഞത്? പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ചിലർ 4, 5 ആഴ്ചയൊക്കെ പോകും പ്രാർത്ഥനയ്ക്ക്. അങ്ങനെയൊന്നും പ്രമാണമൊന്നുമില്ല. പിന്നെ ആ പ്രാർത്ഥനയും വേണ്ട, ദൈവത്തിന് അത് കേൾക്കുകയും വേണ്ട, അങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മ ഒന്നും വേണ്ട. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക്. അടുത്ത വാക്ക്, പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേറുമില്ല. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പോണതിൽ എന്ത് വേണം? സമ്മതം വേണം. ഇത് എത്ര വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണെന്നറിയാമോ? കുടുംബജീവിതത്തോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പിരിയാൻ പാടുന്നില്ല. പരസ്പര സമ്മതത്തോടെ മാത്രമേ എന്തോടെ ചെയ്യാവുള്ളൂ? പ്രാർത്ഥനയ്ക്ക് പാടും. ഞങ്ങളുടെ നാട്ടിലൊരു നമ്മുടെ കൂട്ടായ്മയിലല്ല, പക്ഷെ ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ളതാണ്. എല്ലാ ദിവസവും വൈകിട്ട് ആദ്യത്തെ ബസ് ഞങ്ങളുടെ കയ്യിൽ വരുന്നത്, അതായത് കിഴക്കൻ മേഖലയിലേക്ക് പട്ടണത്തിൽ നിന്ന് വരുന്നത് രാവിലെ 7 മണിക്കാണ്. അതൊരു പമ്പ ബസ്സാണ്, KSRTC. അത്തെ വരും ഒന്നും അമ്മാമ. ഇപ്പൊ കാര്യം അന്വേഷിച്ച് എന്താണെന്നറിയാമോ? രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ ദിവസവും പ്രാർത്ഥനയാണ്. എവിടെയെങ്കിലും പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലാവുമല്ലോ. രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥന? ഇത് ആത്മീക ശുഷ്കാന്തിയല്ല. ഇങ്ങനെയല്ല ആത്മീക ശുഷ്കാന്തി എന്ന് പറയുന്നത്. ഇവിടെ ഒരു അടിസ്ഥാനപരമായ പ്രമാണമുണ്ട്. ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരും ഒന്നായിട്ട് തീരുന്നു. പിന്നെന്താ പ്രമാണം? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര സമ്മതത്തോടെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥനയ്ക്കായിട്ട് പോലും വേർപിരിയാൻ പാടില്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം എത്ര കൃത്യമായിട്ടാണ് ആ യൂണിറ്റി ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നോക്കിക്കേ. ആ യൂണിറ്റിയുടെ പ്രാധാന്യം അത്രത്തോളം വലുതാണ്. ദൈവമക്കളെ, ഞാൻ ആ കുടുംബത്തെ അവിടെ വിടുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സഭാജീവിതത്തിലേക്ക് ഒന്ന് വരാം. യൂണിറ്റിക്ക് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട്
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവസഭയുടെ നിലനിൽപ്പിനും ഞാൻ ഓർപ്പിച്ചതുപോലെ 7 പില്ലറുകളെ മനോഹരമാക്കി തീർക്കുവാൻ ദൈവമാക്കിയിരിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് എന്ത്? ഐക്യത എന്ന് പറയുന്നത്. ഐക്യത 133 സങ്കീർത്തനം വളരെ പരിചയമുള്ള സങ്കീർത്തനമാണ്. 1-ാം വാക്യം എന്താ? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. അതും ഈ പറഞ്ഞ പോലെ കുറെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. അടുത്ത വാക്ക് നോക്കിക്കേ. ഹെർമോൻ പർവ്വതത്തിൽ പെയ്യുന്ന സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നു. എവിടെയാ യഹോവ അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നത്? എവിടെയാ ദൈവമക്കളെ? ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നിടത്ത്. അത് മനസ്സിലാക്കാൻ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയുമാകുന്നു. എന്താ അത് പറഞ്ഞതിന്റെ കാരണം? ഈ ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ജിയോഗ്രഫിക്കൽ വേർഡാണ് ഹെർമോന്യ മഞ്ഞെന്ന് പറഞ്ഞത്. എന്താ ഹെർമോന്യ മഞ്ഞ്? മഞ്ഞ് വീഴുന്ന നാട്ടിൽ ചെന്നാൽ അറിയാം. മഞ്ഞ് വീണാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? മഞ്ഞേ ഉള്ളൂ. അതിങ്ങനെ പുതഞ്ഞ് കിടക്കും. ഒരു പച്ചില പോലും കാണാൻ കഴിയാത്തതുപോലെ ആ ദേശം മുഴുവൻ മഞ്ഞിനാൽ രൂപയുടെ. എവിടെ നോക്കിയാലും എന്തേ ഉള്ളൂ? മഞ്ഞേ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കണം ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നിടത്ത് സ്വർഗത്തിലെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്? അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കൾക്കിടയിൽ യൂണിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇടയിൽ യൂണിറ്റി ഇല്ലാതെ പോയാൽ നമ്മൾ പെട്ടെന്ന് ശിഥിലമായിട്ട് പോകും. ഞാൻ ഒത്തിരി ദൃഷ്ടാന്തം എൻ്റെ മനസ്സിലുണ്ട്, എല്ലാം ഒന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഈ 1-ാം നൂറ്റാണ്ടിലെ സഭ എപ്പോഴും വിലയിരുത്താറുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭ ഈ കാലഘട്ടമായിട്ട് വിലയിരുത്തുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രാധാന്യം സഭ എന്ത് ചെയ്യുന്നു? വളർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് എപ്പോഴും വളർച്ചയായിരുന്നു. ആ പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേര് അവരോട് ചേർന്നു. പിന്നെ അങ്ങ് പെരുകുക, സഭ പെരുകുക. ഈ പെരുകുന്നതിന്റെ കാരണം എന്തായിരുന്നു? പോകുന്നിടത്തെല്ലാം അവർ സുവിശേഷം പറയുന്നുണ്ട്. പക്ഷെ ഇത്ര വലിയ തീവ്രവാദികളുടെ മുമ്പിൽ പോയി സുവിശേഷം പറയുമ്പോൾ ഇവരിത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ സഭ പെരുകുന്നതിനൊരു കാരണങ്ങളുണ്ട്. എന്താ കാരണം എന്നറിയാമോ? സുവിശേഷം പറയുന്നതാണ്. പക്ഷെ ഈ സുവിശേഷത്തിന് യോഗ്യമായ ഒരു ജീവിതവും ഇവർക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് വന്നേ പെട്ടെന്ന് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എൻ്റെ മുമ്പാകെ സമയമുള്ളൂ. പെട്ടെന്നൊന്ന് വരാമോ? പ്രവൃത്തിയുള്ള പുസ്തകം ഓടി വരാമോ? പ്രവൃത്തിയുള്ള പുസ്തകം 4-ാം അധ്യായം. പ്രവൃത്തിയുള്ള പുസ്തകം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. 4:24. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു. ഇനി വിശദീകരിക്കാൻ പിന്നാലെ ഞാൻ 32-ാം വാക്യം ഒന്ന് വായിക്കാമോ? 32. വായിച്ചു. ആ 34-ാമത് വാക്യം. മതി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഭാഗത്തെല്ലാം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. അവരെന്താ വാക്കെന്നറിയാമോ? അവർ ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അവർ ഒരുമനപ്പെട്ട് കൂടി വന്നു. വലിയൊരു പ്രതിസന്ധി വന്നു. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കൊണ്ടു നിർത്തി അപ്പോസ്തലന്മാരെ വലിയ പീഡയിലൂടെ കടന്നു പോകാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഉടനെ രാഷ്ട്രീയപരമായിട്ട് സ്വാധീനിക്കാനൊന്നും അവർ പോയില്ല. അവരെന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ വായിച്ചത് അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. ഇന്ന് ദൈവം പ്രവർത്തിക്കുമോ? ദൈവമക്കളെ പ്രവർത്തിക്കുമോ? ആത്മാക്കളെ ദൈവം തരുമോ? ഇന്ന് സുവിശേഷത്തിന് ഏതെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ല. നമുക്കിന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തനമാണ്. പക്ഷെ ഫലങ്ങൾ നമുക്ക് ഇല്ല. എന്താ കാരണം എന്ന് മനസ്സിലായോ? ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമനപ്പെട്ട ഒറ്റ ഹൃദയത്തോടെ മുട്ടിന്മേൽ നിൽക്കാൻ മനസ്സ് കാണിച്ച ഏത് പ്രതിസന്ധിയും ദൈവം അവിടെ നമുക്ക് വേണ്ടി
മാറ്റിത്തരും. വിശ്വസിക്കണം ദൈവമക്കള്, നമ്മുടെ കർത്താവിനാൽ അസാധ്യമായിട്ടൊരു കാര്യവുമില്ല. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭകൾ അടിക്കടി വളർന്നു പോകാനുണ്ടായ കാരണം അവരുടെ ഏക ഹൃദയമായിരുന്നു. അവർക്കിടയിൽ യാതൊരു ഭിന്നതയുമില്ലായിരുന്നു. അവർ ഏക മനസ്സോടെ, ഏക ആത്മാവോടെ, ഏക ശക്തിയോടെ അവർ ദൈവസന്നിധി വന്ന് ദൈവജനം ഒരുമിച്ച് ചേർന്നിരുന്ന് നിലവിളിക്കുമായിരുന്നു. അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. പത്രോസിനെ കാരാഗ്രഹത്തിലാക്കി കഴിഞ്ഞപ്പോൾ സഭ എന്ത് ചെയ്യുന്ന വായിക്കുന്നേ? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു, ഇരുമ്പ് വാതിലും തുറന്ന് പത്രോസ് വെളിയിലേക്ക് ഇറങ്ങി ഈ വീടിന് മുമ്പിലേക്ക് എത്തി. വന്ന് വിളിച്ചപ്പോ പെൺകുട്ടി വന്ന് തുറന്നിട്ട് നിൽക്കുന്നത് പത്രോസാണെന്ന് വിശ്വസിക്കാൻ പോലും അവൾക്ക് കഴിയില്ല. എന്താ കാരണം? അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയില്ല. അവളും ചിന്തിക്കുക. പക്ഷെ പറയട്ടെ, ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് രാത്രി ദൈവങ്ങളോട് ഞാൻ പറയാം, നിർത്തേണ്ടത് ആവശ്യമാണല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവമക്കൾക്കിടയിൽ ഒരിക്കലും എന്ത് പറയരുത്? ഭിന്നത ഉണ്ടാകരുത്. നമ്മൾ ഐക്യത നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെല്ലാവരും പോകും. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കായിരുന്നു, നമ്മളെല്ലാം ഒരു പക്ഷിയുടെ കാര്യം പറയുമല്ലോ. അതെങ്ങനെ പറക്കുന്ന പക്ഷിയാ? ഒരു പക്ഷിയെക്കുറിച്ച് പറയുമല്ലോ, വെട്ടിക്കിളിക്ക് രാജാവില്ലെങ്കിലും അത് അണിയണിയായി പോകുന്നു എന്ന് പറഞ്ഞ പോലെയായിരുന്നു നമ്മൾ. വെട്ടിക്കിളി രാജാവൊന്നും ഇല്ലെങ്കിലും പോകുമ്പോൾ എല്ലാവരുടെ ഒരുമിച്ചായിരുന്നു പോലെ. നമുക്കൊരു പുരാതന കാലം അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ അനുഭവിച്ചിട്ടുള്ള ദൈവജനമാണ്. നിങ്ങൾ ഒരുമിച്ച് ചൂട്ടുകറ്റയുമായിട്ട് നടന്ന് പലയിടത്തും നമ്മുടെ പിതാക്കന്മാർ പോയിട്ടുണ്ട്. അന്ന് എന്തുണ്ടായിരുന്നു അറിയാമോ? അന്നൊരു ഐക്യതയുണ്ടായിരുന്നു, ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. അവരൊന്നും സ്വന്തമൊന്നും കണ്ടില്ല. അവിടെ പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നതല്ലേ. അമ്മച്ചിയുടെ മരണത്തിൽ ആരാണ് വന്ന് പറഞ്ഞൊരു വാക്യം ഓർക്കുന്നു, അവിടെ വന്നിരുന്ന് കഴിച്ചതും കുടിച്ചതും ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു കാലമായിരുന്നു. അന്ന് എന്തുണ്ടായിരുന്നു? ദൈവജനത്തിനിടയിൽ യൂണിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവസഭകൾ വളർന്നു. ആളുകൾ കർത്താവിനെ അറിഞ്ഞു. ഒരു വലിയ പരിവർത്തനങ്ങൾ ദേശത്ത് സംഭവിച്ചു. ഈ കാലം വന്നപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ യൂണിറ്റിക്ക് ഒരു ചെറിയ പ്രതിസന്ധി നേരിട്ടു. ഇവിടെ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ചിലർ പറയുന്നു ഞാൻ പൗലോസിന്റെ, ചിലർ പറയുന്നു അപ്പൊല്ലോസ്, ചിലർ പറയുന്നു കേഫാറിന്റെ പക്ഷക്കാരൻ. ചില ആത്മീയന്മാരെ അടുത്തിരുന്ന് പറഞ്ഞു ഞങ്ങളാണ് പക്ഷക്കാരനാ? ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. അപ്പോൾ പൗലോസ് പറയും ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വിഭാഗിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൂട്ടുപിടിച്ചും ഒരു പക്ഷം നമുക്കാകണ്ട. നമ്മൾ അങ്ങനെയല്ല ആകേണ്ടത്. നമ്മളെങ്ങനെയായി തീരണം? ഒന്നായിട്ട് തീരണം. ഒരു യൂണിറ്റ് നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി കർത്താവ് കൊണ്ട് ബലം നൽകി സഹായിക്കുമാറാകട്ടെ. അപ്പോൾ കുടുംബജീവിതത്തിൽ ഈ യൂണിറ്റി നഷ്ടപ്പെട്ട, ഈ ഐക്യത നഷ്ടപ്പെട്ട കുടുംബജീവിതം ശിഥിലമായിട്ട് പോകും എന്നുള്ളതുപോലെ സഭാജീവിതത്തിൽ യൂണിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. യൂണിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. നമ്മളിലുള്ള ഐക്യം നഷ്ടപ്പെടാതെ ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. മനോഹരമായ ഒരു ഗാനം നമ്മൾ എപ്പോഴും പാടുന്നതാണ്. നമുക്ക് ആ പാട്ടുഗാനം പാടി അവസാനിപ്പിക്കാം. അതിൻ്റെ ഒടുവിലത്തെ സ്ഥാൻസ ഇങ്ങനെയാണ്: പൊരുകൾ സഹിച്ചും വൈരിയെ ജയിച്ചും ഘോഷിപ്പാൻ ചേരുവിനാവിനോദം. പൊരുകൾ സഹിച്ചും വൈരിയെ ജയിച്ചും പാരിതിൽ തിരുനാമം ഘോഷിപ്പാൻ ചേരുവിനാവിനോദം. ഭിന്നത വെടിയാൻ ഉന്നത ചിന്തയോടുണർന്നീട മന്നവനെ നമുക്കെതിരേൽക്കാം. മന്നവനെ നമുക്കെതിരേൽക്കാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവമക്കളെ, നമുക്ക് ദൈവസ്തുതി നമ്മെ തന്നെ ഒന്ന് പകരാം. പ്രാർത്ഥിച്ച സുഭാവം പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പകരാം. തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരന്മാരും പരസ്പരം കൈകൾ ഒന്ന് കൊടുക്കാൻ മനസ്സ് കാണിച്ചാണ്. നമുക്ക് കൈകളൊന്ന് ചേർത്ത് പിടിക്കാം. എന്തെങ്കിലുമൊക്കെ കുറവുകളും ബലഹീനതകളും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി
കർത്താവ് നമ്മോട് ഇടപെടട്ടെ, കർത്താവ് നമ്മോട് സംസാരിച്ചു. ഇതെല്ലാം ഒരു വചനം നമുക്ക് പറയാനില്ല. ദൈവസഭയുടെ നിലനിൽപ്പ്, കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കർത്താവിൻ്റെ രക്തത്താൽ സ്ഥാപിച്ച ഈ ദൈവസഭയ്ക്ക് ഒരു കളങ്കം വരാതിരിക്കുക. കർത്താവെ, ഞങ്ങൾ ഒരിക്കലും അതിന് തടസ്സമാകയില്ല. ഞങ്ങളുടെ വാക്കോ ഞങ്ങളുടെ പ്രവൃത്തിയോ ഒരിക്കലും കർത്താവിൻ്റെ സഭയ്ക്ക് ദോഷം വരുത്തുവാൻ ഇടയാകയില്ല. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വരികട്ടെ. നമുക്ക് ഏറ്റു പറയാം, കർത്താവെ, കുറവുകൾ വന്നു പോയിട്ടുണ്ട്, ഞങ്ങളിന്ന് രാത്രി ഏറ്റു പറയുന്നു. ഞങ്ങളുടെ ഉൾപ്പുകളെ ആരായുന്ന ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണം. വരുന്ന ദിവസങ്ങളിൽ മാതൃകയോടെ ദേശത്ത് പാർത്ത് വിശ്വസ്തതയെ ആചരിച്ച് ഞങ്ങളുടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറവൊക്കെ ക്ഷമിക്കുന്നു. അടിയന്തരവരെയും കർത്താവ് ക്ഷമിക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.